എല്ലാവർക്കും നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ജനറൽ PSCയുടെ രണ്ടാമത്തെ മൊഡ്യൂളായിട്ടുള്ള മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. നമ്മൾ PSCയുടെ മൊഡ്യൂളുകൾ നോക്കിയാൽ 8ഓളം മൊഡ്യൂളുകളാണ് ജനറൽ PSC നിങ്ങൾക്ക് സിലബസിൽ തന്നിട്ടുള്ളത്. അതിനകത്ത് ഒരു 3 അത്യാവശ്യം വലിയ മൊഡ്യൂളുകൾ എന്ന് വിളിക്കാവുന്നവയാണ്. മറ്റ് മൊഡ്യൂളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് വലുത് എന്ന് പറയാൻ പറ്റുന്നൊരു മൊഡ്യൂളുകൾ 3 ഉണ്ട്. അതൊന്ന് മോഷനാണ്, പിന്നെ ഒന്ന് ലൈറ്റാണ്, ഒന്ന് ഫോഴ്സുകൾ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളുണ്ട്. ഇത് 3 അത്യാവശ്യം വലുതാണ്. അതിൽ ആ 3 കുറച്ച് ചെറുതാണ് മോഷൻ, ബാക്കി രണ്ടും ഇതിനേക്കാൾ വലുതാണ്. എന്നാലും മറ്റു മൊഡ്യൂളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുണ്ട്, പഠിക്കാൻ നമുക്ക് അത്യാവശ്യം കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മോഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ മോഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് PSC ചോദിച്ചിട്ടുള്ള ഒരു മുൻവർഷ ചോദ്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏത്? ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. വൃത്താകാരമായ പാതയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ചോദ്യം എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചലനം പറഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചലനം, വാട്ട് ഈസ് മോഷൻ എന്നൊരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യണമല്ലോ, എന്താണ് ചലനം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പൊസിഷനിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങോട്ടിങ്ങനെ മാറി. ഇവിടെ സംഭവിച്ചത് എന്താണ്? എൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഇവിടെ ആയിരുന്നു. ഞാൻ ഇങ്ങോട്ട് നീങ്ങിയപ്പോൾ സംഭവിക്കുന്നത് എൻ്റെ പൊസിഷൻ മാറി, എൻ്റെ സ്ഥാനം മാറി, അല്ലേ? അപ്പം ഞാൻ ചലനത്തിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ചലിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഞാൻ ചലിച്ചു എന്ന് പറയും. ഇവിടെ സംഭവിച്ചെന്താണ്? ഞാൻ ആദ്യം ഇവിടെ നിൽക്കുമായിരുന്നു. സമയം പോകുന്നതിനനുസരിച്ച്, ആ വാക്ക് ശ്രദ്ധിച്ചോണം, സമയം പോകുന്നതിനനുസരിച്ച് എൻ്റെ സ്ഥാനം മാറി. ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു. ക്ലോക്കിലെ സൂചി ഒരു 2 സെക്കൻഡ് അടിച്ച സമയം കൊണ്ട് എൻ്റെ പൊസിഷൻ ഇങ്ങോട്ട് മാറി. ഇനി ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ വാച്ച് നോക്കുകയാണ്. 1 സെക്കൻഡ് കഴിഞ്ഞു, 2 സെക്കൻഡ് കഴിഞ്ഞു, 3 സെക്കൻഡ് കഴിഞ്ഞു. സമയം കുറേ പോയിട്ടും ഞാൻ ഈ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഞാൻ റെസ്റ്റിലാണെന്ന് നിങ്ങൾ പറയും, ഞാൻ നിശ്ചലാവസ്ഥയിലാണെന്ന് നിങ്ങൾ പറയും. അപ്പം ചലനം എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിലുണ്ടാവുന്ന മാറ്റമാണ്. ഇതാണ് സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാവുന്ന മാറ്റമാണ്. ആണേ, അപ്പോൾ ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ when its position changes with time relative to an observer or a fixed reference point. പിന്നെ രണ്ടാമത്തെ പാർട്ട് നമുക്ക് പറയാം. ഈ റിലേറ്റീവ് തൊട്ടുള്ള പാർട്ട് പറയാം. അപ്പോൾ ഈ റിലേറ്റീവ് മാറ്റി വെച്ചിട്ട് ബാക്കി വായിച്ചേ. an object is said to be in motion when its position changes with time. സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വസ്തു ചലനത്തിലാണ് എന്ന് പറയാൻ കഴിയും. ആണേ, റിലേറ്റീവ് ടു ആൻ ഒബ്സർവർ ഓർ എ ഫിക്സ്ഡ് റെഫറൻസ് പോയിന്റ്. അപ്പോൾ ഇവിടെ ഒരു വാക്കും കൂടെ ഉണ്ട്, റിലേറ്റീവ് ടു ആൻ ഒബ്സർവർ ഓർ എ ഫിക്സ്ഡ് റെഫറൻസ് പോയിന്റ്. അപ്പോൾ എന്താണ് ഒരു റെഫറൻസ് പോയിന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒബ്സർവർ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ടു ഡിസ്ക്രൈബ് മോഷൻ എ റെഫറൻസ് ഈസ് എസെൻഷ്യൽ. ഈ ഡെഫിനിഷനിൽ നിന്ന് തന്നെ മനസ്സിലായി, റിലേറ്റീവ് ടു എന്തിനെയോ ആപേക്ഷികമായി നോക്കുമ്പോഴാണ് നമ്മൾ ചലനത്തിലാണ് അല്ലെങ്കിൽ ചലനത്തിലല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ആദ്യം പറയണം. അപ്പോൾ അത് പറഞ്ഞിട്ട് നമുക്ക് ഈ ഡെഫിനിഷൻ ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യാം. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. മോഷൻ ഈസ് റിലേറ്റീവ്, അഥവാ റിലേറ്റീവിൻ്റെ മലയാളമാണ് ആപേക്ഷികം. ചലനം എന്താണ്? ചലനം ആപേക്ഷികമാണ്. എന്താണ്? ചലനം ആപേക്ഷികമാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് എന്ന് ഒരു ഒബ്സർവറിന് തോന്നുമ്പോഴും മറ്റൊരു ഒബ്സർവറിന് അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നാം. അതായത് ഇത് കണ്ടോ, ഈ പോയിന്റ് കണ്ടോ, ഇതെന്താണ്? ഇത് മൈക്കാണ്. എൻ്റെ ഷർട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന മൈക്കാണ്. മൈക്കിൻ്റെ തൊട്ട് താഴെ ഞാൻ ഇപ്പോൾ എൻ്റെ ഈ ചൂണ്ടുവിരൽ കൊണ്ട് തൊട്ടിരിക്കുന്നിടത്ത് ഒരു വൈറ്റ് ബട്ടൺസ്, വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ കൈ വെച്ചിരിക്കുന്നിടത്ത് ഒരു വൈറ്റ് ബട്ടൺസ് ഉണ്ട്. ഈ വൈറ്റ് ബട്ടൺസിൻ്റെ അവിടെ ഒരു മൈക്രോസ്കോപ്പിക് മനുഷ്യൻ, നമ്മൾ മറ്റേ ലില്ലിപുട്ട് ദ്വീപിൻ്റെ കാര്യമൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ, അതിലൊക്കെ ഉള്ളത് ഒരു മൈക്രോസ്കോപ്പിക് മനുഷ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക. അയാളെ ഞാൻ എൻ്റെ ഈ ബട്ടണെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻ്റെ സ്ഥാനം മാറുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നാലും ഈ ബട്ടൺസിലിരിക്കുന്ന ആ മൈക്രോസ്കോപ്പിക് മനുഷ്യനോട് ഞാൻ ചോദിക്കുകയാണ്, അയാൾ നോക്കുമ്പോൾ എൻ്റെ ഈ മൈക്കിൻ്റെ, എൻ്റെ ഷർട്ടിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ മൈക്കിൻ്റെ പൊസിഷന് ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അയാൾ എന്ത് പറയും? ചേഞ്ച് ഇല്ലെന്ന് പറയും.
കാരണം ഞാൻ എന്താ ഇവിടെ നിന്നപ്പോഴും അയാളെ സംബന്ധിച്ച് അയാളും മൈക്കും തമ്മിലുള്ള ദൂരം ഏതാണ്ട് ഒരു 5 സെൻറ്റിമീറ്ററോളം വരും. ഞാൻ നടന്ന് ഇങ്ങോട്ട് വന്നു, ഇപ്പോഴും അയാളും ആ മൈക്കും തമ്മിലുള്ള ദൂരം 5 സെൻറ്റിമീറ്ററാണ്. അയാളെ വെച്ച് നോക്കിയാൽ ആ മൈക്ക് ആദ്യം ഇരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും എൻ്റെ ബട്ടൺസിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കിയാൽ അയാളെ സംബന്ധിച്ച് ഈ മൈക്കിൻ്റെ സ്ഥാനം മാറുന്നില്ല. പക്ഷെ നിങ്ങൾ നോക്കുമ്പോഴോ ഈ മൈക്കിൻ്റെ സ്ഥാനം മാറുന്നുണ്ട്. കാരണം നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ നടക്കുന്നുണ്ട്, അതിനനുസരിച്ച് എൻ്റെ ഷർട്ടിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന മൈക്കിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്. പക്ഷേ എൻ്റെ ഷർട്ടിൽ തന്നെ ഇരിക്കുന്ന മറ്റൊരാളെ വെച്ച് നോക്കിയാൽ അയാൾക്കനുസരിച്ച് ഈ മൈക്കിൻ്റെ പൊസിഷൻ മാറുന്നില്ല. അവിടെ എന്താ സംഭവിച്ചത്? ബട്ടൺസിൽ ഇരിക്കുന്ന ആൾ ഒരു ഒബ്സർവർ, നിങ്ങൾ മറ്റൊരു ഒബ്സർവർ. ബട്ടണിലിരിക്കുന്ന ആൾ നോക്കുമ്പോൾ ഈ സാധനം ചലിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ഈ സാധനം ചലിക്കുന്നുണ്ട്. കാരണം അവിടെ റെഫറൻസ് മാറി. എൻ്റെ ഷർട്ടിലെ ബട്ടൺസിലാണ് അയാൾ ഇരിക്കുന്നത്, അയാളുടെ റെഫറൻസ് പോയിന്റ് എൻ്റെ ഷർട്ടിലെ ബട്ടൺസ് ആണ്. നിങ്ങൾ പക്ഷേ നിങ്ങളുടെ മുറിയിൽ ഇരുന്നു കൊണ്ട് ഈ സ്ക്രീനിലൂടെ എന്നെ ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവിടെ നിങ്ങളാണ് റെഫറൻസ് പോയിന്റ്. അപ്പോൾ റെഫറൻസ് പോയിന്റ് മാറിയപ്പോൾ തന്നെ ഈ മൈക്ക് മോഷനിലുമായി റെസ്റ്റിലുമായി. അതാണ് ചലനം റിലേറ്റീവ് ആണെന്ന് പറയുന്നതിൻ്റെ കാരണം. സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളിത് ഇവിടെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. ഇവിടെ ട്രെയിനിൻ്റെ മണ്ടേ കൂടെ മറ്റേ യന്ത്രനിലോടും പോലത്തെ ഒരു ഷോട്ടാണ് തന്നിരിക്കുന്നത്. പക്ഷെ അങ്ങനല്ല, നിങ്ങൾ മനസ്സിലാക്കുക, ഇയാൾ ട്രെയിനിൻ്റെ അകത്താണെന്ന് ഇരിക്കുക. ഓക്കെ, ഒരാൾ ട്രെയിനിൻ്റെ അകത്തിരിക്കുകയാണ്, എ പാസഞ്ചർ ഈസ് സിറ്റിംഗ് ഇൻസൈഡ് എ ട്രെയിൻ. അയാളെ കൊണ്ടാക്കാനായി റെയിൽവേ സ്റ്റേഷനിൽ വന്ന അയാളുടെ സുഹൃത്ത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആളെ ട്രെയിനിൽ കയറ്റി വിട്ട് ടാറ്റ പറഞ്ഞു, ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ട്രെയിനിൻ്റെ അകത്തിരിക്കുന്ന ആളുണ്ടല്ലോ, അയാളൊരു സീറ്റ് ഇരിക്കുകയാണ്, അയാളുടെ തൊട്ടപ്പുറത്ത് ഒരാൾ കാണും. ഈ ട്രെയിൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓടി കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. തമ്പാനൂരിൽ നിന്ന് ഓടി കൊല്ലത്തെത്തിയാലും ഈ അകത്തിരിക്കുന്ന ആളെ സംബന്ധിച്ച് നോക്കിയാൽ അയാളുടെ തൊട്ടപ്പുറത്ത് സീറ്റിൽ അയാളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുടെ പൊസിഷൻ മാറിയിട്ടുണ്ടോ? ഇല്ല. അയാൾ ഇപ്പോഴും ഞാനിങ്ങനെ ഇരിക്കുകയാണ് ട്രെയിനിൻ്റെ അകത്ത്, എൻ്റെ വലത് സൈഡിലാണ് അയാൾ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. തമ്പാനൂരിൽ നിന്ന് ട്രെയിൻ ഓടി കൊല്ലത്തെത്തിയാലും അയാൾ എൻ്റെ വലത് സൈഡിൽ തന്നെയുണ്ട്. എന്നെ സംബന്ധിച്ച് അയാൾ മൂവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ എന്നെ വെച്ച് നോക്കിയാൽ, എന്നെ റെഫറൻസ് ആക്കി നോക്കിയാൽ എൻ്റെ വലതുവശത്താണ് അയാൾ ഇരുന്നത്. തമ്പാനൂർ വെച്ച് അയാൾ എൻ്റെ വലതുവശത്താണ്. സമയം കുറേ കഴിഞ്ഞു, അതാണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. സമയം കുറേ കഴിഞ്ഞത് കൊല്ലത്തെത്തി, ഓടി ട്രെയിൻ കൊല്ലത്തെത്തി. അപ്പോഴും അയാൾ എൻ്റെ ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ ആൾ മൂത്രമൊഴിക്കാനൊക്കെ എഴുന്നേറ്റ് പോകും. ആ കേസല്ല ഞാൻ പറയുന്നത്. അയാൾ അവിടെ തന്നെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ ഞാൻ എന്ന റെഫറൻസിനെ വെച്ച് നോക്കുമ്പോൾ അയാൾ റെസ്റ്റിലാണ്. പക്ഷേ എന്നെ കൊണ്ടാക്കാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന ആൾ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അയാളെ സംബന്ധിച്ച് ഞാനും മോഷനിലാണ്, എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളും മോഷനിലാണ് ആണേ. അപ്പോൾ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ എന്ന് പറയുന്ന ആളിനെ ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ അയാൾ റെസ്റ്റിലായിരുന്നു. പക്ഷേ ട്രെയിനിൻ്റെ പുറത്ത് നിന്നൊരാൾ ഒബ്സർവ് ചെയ്തപ്പോൾ ഇയാൾ മോഷനിലാണ്. അവിടെ എന്താ സംഭവിച്ചത്? ആദ്യത്തെ കേസിലെ ഒബ്സർവർ ഞാനാണ്, എന്നെ വെച്ച് നോക്കുമ്പോൾ ഇയാൾ റെസ്റ്റ്. പക്ഷേ രണ്ടാമത്തെ കേസിലെ ഒബ്സർവർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളാണ്, അയാളെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ മോഷൻ. അപ്പോൾ ഒബ്സർവർ മാറുമ്പോഴോ റെഫറൻസ് പോയിന്റ് മാറുമ്പോഴോ മോഷൻ മാറാം. റെഫറൻസ് പോയിന്റ് മാറുമ്പോൾ മോഷൻ മാറുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാണ്? അത് നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഭൂമി എടുക്കുക. ഓക്കെ, ഭൂമി എടുക്കുക. ഭൂമിയിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നെ ഒരിടത്ത് കൊണ്ട് നിർത്തി, മറ്റേ സ്റ്റാച്യു ഓടിച്ച് നിർത്തും പോലെ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങളെ വാച്ച് നോക്കുന്നു, 5 സെക്കൻഡ് കഴിഞ്ഞു, 10 സെക്കൻഡ് കഴിഞ്ഞു, 1 മിനിറ്റ് കഴിഞ്ഞു, എത്ര സമയം കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. എൻ്റെ പൊസിഷൻ ഒരു മാറ്റമില്ല. അപ്പം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഞാൻ റെസ്റ്റിലാണെന്ന് പറയും. കാരണം നിങ്ങളിപ്പോൾ റെഫറൻസായി എടുത്തിരിക്കുന്നത് നിങ്ങളും ഞാനും ഇരിക്കുന്നൊരു മുറിയാണ്. നിങ്ങളിപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഞാൻ നിൽക്കുന്ന മുറിയിൽ എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കസേര ഇട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ റെഫറൻസായി എടുക്കുന്ന ഈ മുറിയാണ്. ഇനി നമ്മൾ രണ്ടുപേരുടെ ഒരു കോമൺ ഫ്രണ്ട്, എൻ്റെയും നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഒരു റോക്കറ്റിൽ കയറി ഒരു സാറ്റലൈറ്റിൽ ബഹിരാകാശത്തെത്തി എന്ന് വിചാരിക്കുക. അയാൾ ആ സാറ്റലൈറ്റിൽ നിന്നുകൊണ്ട് എർത്തിനെ ഒബ്സർവ് ചെയ്യാണ്. ഞാൻ അപ്പോഴെന്തേ ഈ നിപ്പ് നിൽക്കുകയാണ്, എനിക്ക് ഒരു മാറ്റമില്ല, ഞാൻ ഈ നിപ്പ് തന്നെ നിൽക്കുകയാണ്. നിങ്ങളും ഞാനും നേരത്തെ മുറിയിലിരുന്നപ്പോൾ ഞാൻ നിന്ന പോലെ ഇതേ നിപ്പ് ഞാൻ നിൽക്കുകയാണ്. പക്ഷേ ഇയാൾ ബഹിരാകാശത്തിരുന്ന് നോക്കുമ്പോൾ ഞാൻ മോഷനിലായിരിക്കും, റെസ്റ്റിലായിരിക്കും? ഞാൻ മോഷനിലായിരിക്കും. കാരണം എന്താ? ഞാൻ നിൽക്കുന്നത് ഭൂമിയിലാണ്. അയാൾ നോക്കുമ്പോൾ ഭൂമിയെ വെച്ച് നോക്കിയാൽ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്, സൂര്യനെയും ചുറ്റുന്നുണ്ട്. അപ്പം ഞാൻ വെറുതെ നിന്നാലും ഞാൻ നിൽക്കുന്ന ഭൂമി മൊത്തത്തിൽ ചലിക്കുകയാണ്. അപ്പം എൻ്റെ കൂടെ ഞാനും ചലിക്കുന്നുണ്ട്. അപ്പം എന്തായി? ഞാൻ മോഷനിലായി. അപ്പോൾ റൂമിൻ്റെ അകത്തിരുന്ന് നോക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ റെസ്റ്റിലാണെങ്കിലും ഈ റൂമിനും ഭൂമിക്കും പുറത്ത് പോയിട്ട് ബഹിരാകാശത്ത് നിന്ന് എടുത്ത് നോക്കിയാൽ ഞാൻ മോഷനിലാണ്. കാരണം ഞാൻ നിൽക്കുന്ന ഭൂമി മൊത്തത്തിൽ ചലിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ റെഫറൻസ് മുറി, രണ്ടാമത്തെ റെഫറൻസ് ഭൂമി. റെഫറൻസ് മാറിയപ്പോഴും മോഷനും റെസ്റ്റും മാറി. അപ്പോൾ ഇങ്ങനെ റെഫറൻസ് പോയിന്റിനനുസരിച്ചോ ഒബ്സർവറിനനുസരിച്ചോ, ഒബ്സർവർ ആകുമ്പോൾ ഏത് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾ, ട്രെയിനിൻ്റെ അകത്തിരിക്കുന്ന ആൾ. ഒബ്സർവർ മാറിയപ്പോൾ എന്ത് മാറി? മോഷനും റെസ്റ്റും മാറി. റെഫറൻസ് പോയിന്റ് മാറിയപ്പോഴും എന്ത് മാറി? മോഷനും റെസ്റ്റും മാറി. അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്സർവർ നോക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്ന് തോന്നാം. അപ്പിയർ ടു ബി അറ്റ് റെസ്റ്റ് ഫോർ വൺ ഒബ്സർവർ. ട്രെയിനിൽ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ റെസ്റ്റിലാണെന്ന് എനിക്ക് തോന്നാം.
ആൻഡ് ഇൻ മോഷൻ ടു അനദർ. പക്ഷേ മറ്റൊരാൾക്ക് അയാൾ മോഷനിലാവാം, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്ക് അയാൾ മോഷനിലാണ്. അങ്ങനെയാണ് മോഷൻ നിർണ്ണയിക്കപ്പെടുന്നത്. മനസ്സിലായോ? ടു എ പാസഞ്ചർ സീറ്റഡ് ഇൻസൈഡ് എ മൂവിങ് ബസ്സാണെങ്കിൽ ഫെലോ പാസഞ്ചർ സീംസ് ടു ബി അറ്റ് റെസ്റ്റ്. നമ്മൾ ഈ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ബസ്സാക്കിയാൽ മതി. ബസ്സിൽ എൻ്റെ സീറ്റിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ എനിക്ക് എപ്പോഴും റെസ്റ്റ് തന്നെ ആയിരിക്കും. കുണ്ടും കുഴിയും ഒന്നുമില്ലാത്ത റോഡാണെന്ന് ഇരിക്കുക, അല്ലെങ്കിൽ ബസ് കുണ്ടിലും കുഴിയിലും വീഴുമ്പോൾ ബസ് കുലുങ്ങുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മോഷനാണെന്ന് തോന്നാം. കുണ്ടും കുഴിയും ഒന്നുമില്ലാത്ത ഈ ജനലിൻ്റെ ഈ ബസ്സിൻ്റെ വിൻഡോ എല്ലാം അടച്ചിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വേറെ കുലുക്കൊന്നുമില്ല, ബസ് മൂവി നമുക്ക് അറിയാനേ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിയാൽ നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആൾ റെസ്റ്റിലാണ്. പക്ഷേ എന്ത്, ടു എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദ റോഡ് ആൾ ഓഫ് ദം ആർ ഇൻ മോഷൻ. റോഡിൽ നിന്നൊരാൾ നോക്കുമ്പോൾ ഈ ബസ്സിനകത്തിരിക്കുന്ന എല്ലാവരും ചലിക്കുകയാണ്. ദർ ഇസ് നോ സച്ച് തിങ് ആസ് അബ്സല്യൂട്ട് റെസ്റ്റ് ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ അബ്സല്യൂട്ട് റെസ്റ്റ് എന്നൊരു സാധനമില്ല. അബ്സല്യൂട്ട് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത്, ആര് നോക്കിയാലും റെസ്റ്റ്. അബ്സല്യൂട്ട് മോഷൻ എന്ന് പറഞ്ഞാൽ എന്ത്, ആര് നോക്കിയാലും മോഷൻ. അങ്ങനെ ഒരു സാധനമില്ല. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ. ഒരാൾ നോക്കുമ്പോൾ റെസ്റ്റിലാണെങ്കിലും വേറൊരാൾ നോക്കുമ്പോൾ അതേ ഒബ്ജക്റ്റ് മോഷനിലാവാം. ഒരാൾ നോക്കുമ്പോൾ മോഷനിലാണെങ്കിലും അതേ സാധനം വേറൊരാൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അത് റെസ്റ്റിലാവാം. അപ്പോൾ അബ്സല്യൂട്ട് റെസ്റ്റ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് മോഷൻ എന്ന് പറയുന്ന ഒരു സാധനം എവിടെ ഇല്ല? ക്ലാസിക്കൽ മെക്കാനിക്സിലില്ല. അപ്പോൾ അബ്സല്യൂട്ട് ഇല്ലെങ്കിൽ പിന്നെന്ത്? ആപേക്ഷികം റിലേറ്റീവ്. അതാണ് മോഷൻ റിലേറ്റീവ് ആണെന്നതിൻ്റെ അർത്ഥം. ഒരാൾ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ റെസ്റ്റിലാണെങ്കിലും മറ്റൊരാൾ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ മോഷനിലാവാം. അതാണ് മോഷൻ ഈസ് റിലേറ്റീവ്. അപ്പം നമുക്ക് മനസ്സിലായി റെഫറൻസ് പോയിന്റ് ഒബ്സർവർ അനുസരിച്ച് നമുക്ക് മോഷൻ പറയാൻ പറ്റൂ. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനേഷൻ ഒന്നുകൂടെ നോക്ക്. ആൻ ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ വെൻ ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് ടൈം റിലേറ്റീവ് ടു ആൻ ഒബ്സർവർ ഓർ എ ഫിക്സ്ഡ് റെഫറൻസ് പോയിന്റ്. മനസ്സിലായോ? ഒരു നിരീക്ഷകനോ ഒരു അവലംബക ബിന്ദുവിനെയോ ആസ്പദമാക്കി അല്ലെങ്കിൽ അതിനാപേക്ഷികമായി സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചലനമെന്ന് വിളിക്കാം. എന്താണ്? ഒരു നിരീക്ഷകനെയോ ഒരു അവലംബക ബിന്ദുവിനെയോ, റെഫറൻസ് പോയിന്റ് മലയാളം എന്താണ്? അവലംബക ബിന്ദു. ഒരു നിരീക്ഷകനെയോ ഒരു അവലംബക ബിന്ദുവിനെയോ ആപേക്ഷികമായി ഒരു വസ്തുവിൻ്റെ സ്ഥാനം സമയത്തിനനുസരിച്ച് മാറുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചലനം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആ വസ്തു ചലനത്തിലാണെന്ന് പറയാം. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്, നമുക്ക് മോഷൻ പറയണമെങ്കിൽ ഒരു റെഫറൻസ് പോയിന്റ് വേണം, ഒരു അവലംബക ബിന്ദു വേണം. ഓക്കെ, ഇതാണ് റെഫറൻസ് പോയിന്റ് അഥവാ അവലംബക ബിന്ദു. ഓക്കെ, അപ്പോൾ എന്താണ് റെഫറൻസ് ബോഡി അല്ലെങ്കിൽ റെഫറൻസ് പോയിന്റ്? ഇപ്പോൾ ഭൂമി എന്ന് പറയുന്ന ഒരു റെഫറൻസ് ബോഡിയാണ്, അതൊരു റെഫറൻസ് പോയിന്റ് അല്ല. മുറി എന്ന് പറയുന്ന ഒരു റെഫറൻസ് ബോഡിയാണ് നമ്മൾ എടുക്കുന്നത്, അല്ലേ? അപ്പോൾ അതുപോലെ ആൻ ഒബ്ജക്റ്റ് ക്യാൻ സെറ്റ് ടു ബി ഇൻ മോഷൻ ഓൺലി ഇൻ റിലേഷൻ ടു അനദർ ബോഡി ഓർ പൊസിഷൻ. മറ്റൊരു ബോഡിയെയോ മറ്റൊരു പൊസിഷനെയോ വെച്ച് മാത്രമേ ഒരു ബോഡി ചലനത്തിലാണോ എന്ന് പറയാൻ പറ്റൂ. ഇപ്പം ഞാൻ ബട്ടൺസിൻ്റെ മൈക്കിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ എന്താ, ബട്ടൺസ് ഇരിക്കുന്ന ആളെ വെച്ച് നോക്കിയാൽ മൈക്കിൻ്റെ പൊസിഷൻ മാറുന്നില്ല. അപ്പോൾ ഒരു പൊസിഷൻ വെച്ചാണ് നമ്മളവിടെ എന്ത് പറഞ്ഞത്, മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്, അപ്പോൾ എൻ്റെ ഷർട്ടിലുള്ള മൈക്കിൻ്റെ പൊസിഷനും മാറുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ മറ്റൊരു പൊസിഷനെ റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ മറ്റൊരു ബോഡിയെ റിലേറ്റ് ചെയ്തോ മാത്രമേ നമുക്ക് മോഷൻ പറയാൻ പറ്റൂ. അങ്ങനെ ഒരു ബോഡി റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് പറയാൻ വേണ്ടി നമ്മളൊരു റെഫറൻസിനെ ഉപയോഗിക്കുന്നു, ഒരു അവലംബക ബിന്ദുവിനെ ഉപയോഗിക്കുന്നു. അത് വെച്ചിട്ട് ഒരു ബോഡി മോഷനിലാണോ ഇല്ലയോ എന്ന് പറയുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെ മോഷൻ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബോഡിയെയാണ് നമ്മൾ റെഫറൻസ് ബോഡി അഥവാ മലയാളത്തിൽ അവലംബക വസ്തു എന്ന് പറയും. അവലംബക വസ്തു. അപ്പോൾ എന്താണ് റെഫറൻസ് ബോഡി? ഒരു വസ്തു ചലനത്തിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് പറയാൻ നമ്മൾ ആധാരമാക്കിയെടുക്കുന്ന ബിന്ദു, അതാണ് മലയാളം, അല്ലെങ്കിൽ വസ്തു. അതിനെയാണ് അവലംബക ബിന്ദു അല്ലെങ്കിൽ അവലംബക വസ്തു എന്ന് വിളിക്കുന്നത്. റെഫറൻസ് പോയിന്റ് എന്നോ റെഫറൻസ് ബോഡി എന്നോ പറയാം, രണ്ടും ശരിയാണ്. ഓക്കെ, ദ ഒബ്ജക്റ്റ് യൂസ്ഡ് ആസ് ബേസിസ് ടു ഡിറ്റർമിൻ വെദർ അനദർ ഒബ്ജക്റ്റ് ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ റെസ്റ്റ് ഈസ് കാൾഡ് റെഫറൻസ് ബോഡി. ഏത് വസ്തുവിനെ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷായി പറഞ്ഞിരിക്കുന്നത്, ഏത് വസ്തുവിനെ ആധാരമാക്കിയാണോ മറ്റൊരു വസ്തു ചലനത്തിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് പറയുന്നത്, ആ വസ്തുവിനെയാണ് നമ്മൾ അവലംബക വസ്തു എന്ന് വിളിക്കുന്നത്. ദ ഒബ്ജക്റ്റ് യൂസ്ഡ് ആസ് ബേസിസ് ടു ഡിറ്റർമിൻ, ഒരു വസ്തു ചലിക്കുന്നോ ഇല്ലയോ എന്നതിന് നമ്മൾ ആധാരമാക്കി എടുക്കുന്ന വസ്തു, അതാണ് എന്ത്, ഈ പറഞ്ഞ റെഫറൻസ് ബോഡി അഥവാ അവലംബക വസ്തു. ഓക്കെ, അപ്പോൾ അതാണ് മോഷൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു റെഫറൻസ് ഒബ്ജക്റ്റിനെ വെച്ചിട്ട് മറ്റൊരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് പറയുന്നു. ഇനി എന്താണ് മോഷൻ? മറ്റൊരു ഒബ്ജക്റ്റിനെയോ മറ്റൊരു ഒബ്സർവറിനെയോ വെച്ച് നോക്കുമ്പോൾ, മറ്റൊരു റെഫറൻസ് ഒബ്ജക്റ്റിനെയോ മറ്റൊരു ഒബ്സർവറിനെയോ വെച്ച് നോക്കുമ്പോൾ ഒരു വസ്തുവിൻ്റെ പൊസിഷൻ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് മോഷൻ. ക്ലിയർ ആണേ? ഡിഗ്രിക്ക് കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് വരുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ കൺസെപ്റ്റും കൂടി ക്ലിയർ ആയി പോകാനാണ് ഈ ഇൻട്രൊഡക്ഷനൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടൈപ്സ് ഓഫ് മോഷൻ നോക്കണം. ഓക്കെ, അപ്പോൾ പൊതുവേ
ഈ പറഞ്ഞ ഫിസിക്സിൽ കൺസെപ്റ്റൽ പോർഷൻസ് പലയിടത്തും ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് NCERTയിൽ നിന്നൊക്കെ ഒരുപാട് കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് കൂടി ആൻസർ ചെയ്യാൻ നിങ്ങളെ കേപ്പബിൾ ആക്കുന്ന തരത്തിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ എടുത്ത് പോകുന്നത്. അതുകൊണ്ട് ക്ലാസ്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കും. നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നത് നിങ്ങൾ പഠിക്കുക, അല്ലാത്ത പഠിക്കാതിരിക്കുക. അതാണ് ആ കേസിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് മോഷൻ എന്തൊക്കെയാണ്? വിവിധ തരം ചലനങ്ങൾ. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ചലനങ്ങളെ തരംതിരിക്കുമ്പോൾ എങ്ങനെയൊക്കെ തരംതിരിക്കാം? ഒന്ന്, ചലനത്തിനിടയിൽ ആ വസ്തു സഞ്ചരിക്കുന്ന പാത്ത് ട്രേസ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മോഷനെ എങ്ങനെയൊക്കെ തിരിക്കാം? ഒന്ന് ലീനിയർ മോഷൻ എന്നും അതുപോലെ രണ്ട് സർക്കുലർ മോഷൻ എന്നുമാണ്. ലീനിയർ മോഷൻ നമുക്ക് ആദ്യം പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ലീനിയർ മോഷൻ? അല്ലെങ്കിൽ നമ്മൾ റെക്റ്റി ലീനിയർ മോഷൻ, ട്രാൻസ്ലേറ്ററി മോഷൻ എന്നൊക്കെ പറയും. എന്താണ് ലീനിയർ മോഷൻ? സിമ്പിളാണ്, പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. എന്താണ് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ? ഇതാണ് ലീനിയർ മോഷൻ. നേർരേഖയിലൂടെയുള്ള ഒരു വസ്തുവിൻ്റെ ചലനത്തെയാണ് നമ്മൾ മലയാളത്തിൽ എന്താ ലീനിയർ മോഷനെ വിളിക്കുന്നത്? നേർരേഖാചലനം. എന്താണ് നേർരേഖാചലനം? അപ്പോൾ എന്താണ് നേർരേഖാചലനം? നേർരേഖയിലൂടെയുള്ള ഒരു വസ്തുവിൻ്റെ ചലനത്തെയാണ് നമ്മൾ നേർരേഖാചലനം എന്ന് വിളിക്കുന്നത്. മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. അതാണ് എന്ത് ലീനിയർ മോഷൻ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ SCERTയിൽ തന്നിരിക്കുന്ന ഒരു ഫിഗറാണിത്. എന്താണ് ഈ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മളൊരു നൂല് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് നമ്മളൊരു നൂലിനെ വലിച്ചു കെട്ടി. ഓക്കെ, അപ്പോൾ വലിച്ചു കെട്ടുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ടൊരു സ്ട്രോ ഇട്ടു. എന്നിട്ടൊരു ബലൂൺ ഊതി വീർപ്പിച്ചിട്ട് ആ സ്ട്രോയിലേക്ക് നമ്മൾ സെല്ലോ ടേപ്പ് കൊണ്ട് എന്ത് ചെയ്തു? ഈ ബലൂണിനെ ഒട്ടിച്ച് വെച്ചു. എന്നിട്ട് അറ്റം നമ്മൾ കെട്ടിയിട്ടില്ല, അറ്റം നമ്മളിങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ പിടുത്തം അങ്ങ് വിട്ടാൽ ഈ ബലൂണിന് എന്ത് ചെയ്യും? എയർ ഇങ്ങനെ പുറന്തള്ളപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ബലൂൺ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. ഈ മൂവ് ചെയ്യുമ്പോൾ ഈ ബലൂൺ എന്തിലൂടെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്? ഒരു സ്ട്രൈറ്റ് ലൈൻ പാത്തിലൂടെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. കാരണം ഈ നൂലിൽ കൂടെ സ്ട്രോയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റൂ. സ്ട്രോ എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ ബലൂണിന് മൂവ് ചെയ്യാൻ പറ്റും. കാരണം ബലൂൺ സ്ട്രോയിലോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ട്രോ സ്ട്രൈറ്റ് ലൈനിൽ കൂടെ വരൂ. അപ്പോൾ ഈ ബലൂൺ എന്തിലൂടെ വരൂ? സ്ട്രൈറ്റ് ലൈനിൽ കൂടെ മുന്നോട്ട് വരൂ. അപ്പോൾ ഈ മോഷൻ എന്താണ്? ഒരു സ്ട്രൈറ്റ് ലൈൻ മോഷൻ എക്സാമ്പിളാണ് അല്ലേ? അപ്പോൾ അതാണ് ലീനിയർ മോഷൻ, നേർരേഖാചലനം. നേർരേഖയിലൂടെയുള്ള ഒരു വസ്തുവിൻ്റെ ചലനം അല്ലേ? മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് എലോങ് എ സ്ട്രൈറ്റ് ലൈൻ. സ്ട്രൈറ്റ് ലൈനിലൂടെയുള്ള ഒരു വസ്തുവിൻ്റെ ചലനമാണ് ലീനിയർ മോഷൻ, നേർരേഖാചലനം. ഓക്കെ, ഇനി ഇതിന് ഉദാഹരണം പറയാൻ നമുക്ക് എന്തൊക്കെയാണ് ഉദാഹരണം? എ ഫ്രൂട്ട് ഫാളിങ് ഫ്രം ഇറ്റ് സ്റ്റാക്ക്. ഒരു പഴം ഞെട്ടറ്റ് വീഴുന്നു എന്നായിരിക്കും. ഒരു തേങ്ങ ഞെട്ടറ്റ് വീഴുന്നു. തേങ്ങ പഴമാണോ എന്നും വിചാരിച്ചളയല്ലേ. ഒരു ഫ്രൂട്ട്, മരത്തിൽ നിൽക്കുന്ന ഒരു ഫ്രൂട്ട് ഞെട്ടറ്റ് വീഴുന്നു. ഓക്കെ, തേങ്ങയാവാം ആപ്പിളാവാം എന്ത് സാധനമായാലും അത് നിൽക്കുന്ന മരത്തിൽ നിന്ന് ഞെട്ടറ്റ് വീഴുമ്പോൾ ഈ മരത്തിൽ നിന്ന് ഇങ്ങനെ പകുതി താഴോട്ട് വന്നിട്ട് പിന്നെ എങ്കിൽ ഒരു ചേഞ്ചിന് വളഞ്ഞു വെക്കളാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വളഞ്ഞിട്ടാണോ പിന്നെ ഒന്ന് താഴോട്ട് വീഴുന്നത്? അല്ല, എവിടെ വെച്ചാണോ ഞെട്ടെത്തുന്നത് അവിടെ നിന്ന് നേരെ ഒരു സ്ട്രൈറ്റ് ലൈനിൽ കൂടെ വന്നാണ് അത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത് അല്ലേ? സോ ഫ്രൂട്ട് ഫോളിങ് ഫ്രം ഇറ്റ് സ്റ്റാക്ക്, ഞെട്ടറ്റ് വീഴുന്നൊരു ഫലം, ഒരു വൃക്ഷത്തിൽ നിന്ന് ഞെട്ടറ്റ് വീഴുന്നൊരു ഫലം എങ്ങനെയാണ് വീഴുന്നത്? നേർരേഖയിലൂടെയാണ് വീഴുന്നത്, സ്ട്രൈറ്റ് ലൈനിലൂടെയാണ് താഴേക്ക് വീഴുന്നത്. ഓക്കെ, മോഷൻ ഓഫ് എ ലിഫ്റ്റ്. എപ്പോഴെങ്കിലും ലിഫ്റ്റ് കയറുമ്പോൾ മറ്റേ പാമ്പ് പോകുമ്പോൾ വളഞ്ഞൊരു ലിഫ്റ്റ് പോകും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ മുകളിലോട്ട് പോകും, അതുപോലെ താഴോട്ട് വരും. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ മോഷനാണ്. അത് തന്നെ എങ്ങനെയാണ്? സ്ട്രൈറ്റ് ലൈനാണ്. അപ്പോൾ മോഷൻ ഓഫ് എ ലിഫ്റ്റ് എന്താണ്? സ്ട്രൈറ്റ് ലൈൻ മോഷൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ഡ്രോയിങ് എ സ്ട്രൈറ്റ് ലൈൻ യൂസിങ് എ പെൻസിൽ എലോങ് എ സ്കെയിൽ. നിങ്ങൾ ഇതുപോലൊരു സ്കെയിൽ എടുത്ത് വെച്ചു, എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ താഴോട്ടിരിക്കുമ്പോൾ എന്താണ്? അത് സ്ട്രൈറ്റ് ലൈനാണ്. അപ്പോൾ പെൻസിലിൻ്റെ ടിപ്പ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ട്രൈറ്റ് ലൈനാണ്. ഓക്കെ, അപ്പോൾ ഡ്രോയിങ് എ സ്ട്രൈറ്റ് ലൈൻ യൂസിങ് എ പെൻസിൽ അലോങ് എ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ മോഷൻ ഏതാണ്? പെൻസിൽ ടിപ്പ്. പെൻസിലിൻ്റെ ടിപ്പ് എന്ത് മോഷനിലാണ്? ലീനിയർ മോഷനിലാണ്, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ മോഷനിലാണ്. ഓക്കെ, പിന്നെ മാർച്ചിങ് സോൾജിയർ, സ്പ്രിൻറ്റർ, ഫാളിങ് സ്റ്റോൺ, കാർ ഓൺ എ സ്ട്രൈറ്റ് ഹൈവേ. സ്ട്രൈറ്റ് ഹൈവേ എന്ന് പറഞ്ഞാൽ വളവൊന്നും ഇല്ലാത്ത, വളവുള്ള ഹൈവേ ഉണ്ടാവും. അതുകൊണ്ടാണ് സ്ട്രൈറ്റ് ഹൈവേ നമ്മൾ എടുത്ത് പറഞ്ഞത്. ഒരു സ്ട്രൈറ്റ് ഹൈവേയിൽ കൂടെ പോകുന്ന കാറ് ലീനിയർ മോഷനിലാണ്. അതുപോലെ സ്പ്രിൻറ്റർ, ഓട്ടക്കാർ. ഫാളിങ് സ്റ്റോൺ, മുകളിലേക്ക് എറിഞ്ഞ കല്ല് താഴേക്ക് വീഴുന്നതും എങ്ങനെ തന്നെയായിരിക്കും? മുകളിലേക്ക് എറിഞ്ഞ കല്ല് അതുപോലെ താഴെ. അല്ല, നമുക്കിപ്പോൾ ഒരു ഉയരത്തിൽ നിന്ന് കല്ല് താഴോട്ട് ഒരു മലയുടെ മണ്ടയ്ക്ക് ഇരുന്നിട്ട് ചരിച്ചെറിയാം, അതല്ല പറയുന്നത്. ഫാൾ സ്റ്റോണിങ് ഡൗൺവേർഡ്സ്, അതും എന്തായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, മാർച്ചിങ് സോൾജിയേഴ്സ് എപ്പോഴും സ്ട്രൈറ്റ് ലൈൻ ആവണമെന്നില്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസിൽ അവരെന്താണ്? ഒരു സ്ട്രൈറ്റ് ലൈനിൽ കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? ലീനിയർ മോഷൻ്റെ എക്സാമ്പിളാണ്, അഥവാ നേർരേഖാചലനത്തിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ അതാണ് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ കാറ്റഗറി ഓഫ് മോഷൻ, ലീനിയർ മോഷൻ അഥവാ സ്ട്രൈറ്റ് ലൈൻ മോഷൻ എന്ന് നമുക്ക് വിളിക്കാം. രണ്ടാമത്തേതാണ് റൊട്ടേഷണൽ മോഷൻ. നമുക്ക് രണ്ട് തരം മോഷൻ പഠിക്കാനുണ്ട്. റൊട്ടേഷനുമുണ്ട്, റെവല്യൂഷനുമുണ്ട്. രണ്ടും കൃത്യമായി വേർതിരിച്ച് പഠിച്ചു വെക്കണം, എളുപ്പമാണ്. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് എബൌട്ട് ദെയർ ഓൺ ആക്സിസ്, അല്ലെങ്കിൽ ഒബ്ജക്ട്സ് എബൌട്ട്, വസ്തുക്കൾ
അവയുടെ തന്നെ അക്ഷത്തെ ആധാരമാക്കി കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് റൊട്ടേഷണൽ മോഷൻ്റെ മലയാളം എന്താണ് റൊട്ടേഷണൽ മോഷൻ്റെ മലയാളം? ഭ്രമണം. എന്താണ്? ഭ്രമണം. അപ്പോൾ വസ്തുക്കൾ അവയുടെ തന്നെ അക്ഷത്തെ ആധാരമാക്കി കറങ്ങുന്നതിനെയാണ് നമ്മൾ വസ്തുക്കളുടെ ഭ്രമണം എന്ന് പറയാറുള്ളത്, റൊട്ടേഷണൽ മോഷൻ അഥവാ ഭ്രമണം എന്ന് പറയാറുള്ളത്. അപ്പോൾ ഭൂമി അതിൻ്റെ തന്നെ അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത്. ജോഗ്രഫിയിൽ നിങ്ങൾ പഠിച്ചു എന്താ, ഈ രാവും പകലും ഉണ്ടാവാൻ കാരണം ഭൂമിയുടെ ഭ്രമണം. എനിക്കൊന്ന് ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അത് പറഞ്ഞിട്ടുണ്ട്. രാവും പകലും ഉണ്ടാവാൻ കാരണമായിട്ടുള്ള പ്രതിഭാസം എന്താണ്? ഭൂമിയുടെ ഭ്രമണമാണ്, സ്വന്തം അച്ചുതണ്ടിലുള്ള അതിൻ്റെ കറക്കമാണ്. മനസ്സിലായോ? ഒരു വാഹനത്തിൻ്റെ ടയർ കറങ്ങുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ കാളവണ്ടിയുടെ ടയറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ആക്സിസിന് എറൗണ്ടായിട്ട് അത് കറങ്ങുന്നു. അപ്പോൾ ഞാൻ ഈ പേന ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഒരു ബോൾ തിരികെ കയറ്റി, അല്ലെങ്കിൽ ഈ ഒരു ബോളിൻ്റെ മധ്യത്തു കൂടി ഈ പേന തിരികെ കയറ്റിയിട്ട് ഞാൻ ഈ പേന ഇങ്ങനെ പിടിച്ച് കറക്കുകയാണ്. പേന ഇങ്ങനെ പിടിച്ച് തിരിച്ചാൽ ആ സാധനം കറങ്ങൂലേ? അപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ ആ ബോളിൻ്റെ നടുക്കൂടി ഈ പേന കുത്തി കയറ്റിക്കൊണ്ട് ഈ പേനയാണ് അതിൻ്റെ ആക്സിസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ആക്സിനെ ബോട്ടായിട്ട് അത് കറങ്ങുമല്ലേ? അതല്ലേ അവിടെ സംഭവിക്കുന്നത്. ഞാൻ ഇങ്ങനെ ആക്സിസ് കുത്തി കയറ്റിയിട്ട് ഈ ആക്സിസ് പിടിച്ച് തിരിച്ചാൽ ഈ ബോൾ ഇങ്ങനെ കറങ്ങൂലേ? അപ്പോൾ സ്വന്തം ആക്സിസിനെ ബോട്ടായി ഒരു വസ്തുവിൻ്റെ കറക്കം, സ്വന്തം അക്ഷത്തെ ആധാരമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ കറക്കത്തെയാണ് നമ്മൾ ഭ്രമണം എന്ന് വിളിക്കുന്നത്. മൂവ്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ് അബൌട്ട് ദയർ ഓൺ ആക്സിസ്, മലയാളത്തിൽ അക്ഷം എന്ന് പറയും. ഓക്കെ, ഇംഗ്ലീഷ് തന്നെ ഫോളോ ചെയ്യുക, മലയാളം കൂടി നമ്മൾ പറഞ്ഞു, ബെറ്റർ ഫോളോ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ സ്മാൾ വീൽ ഓഫ് എ സ്വിങ് മെഷീൻ, തയ്യൽ മെഷീൻ ഇല്ലേ നമ്മുടെ, തയ്യൽ മെഷീനിലെ വീല് കറങ്ങുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ താഴത്തെ സാധനം ചവിട്ടി കൊടുക്കും. ഇപ്പോഴൊക്കെയാണെങ്കിൽ മറ്റേ ഇലക്ട്രിക് മെഷീൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീൽ ഇങ്ങനെ കറങ്ങൂലേ? അപ്പോൾ അതെന്താണ്? ഇതുപോലത്തെ ഒരു വീലാണ്, ഇതുപോലെ തന്നെ ഒരു വീലാണ്. അപ്പോൾ അതിൻ്റെ ആക്സിന് ബോട്ടായിട്ടല്ലേ അത് കറങ്ങുന്നത്. അപ്പോൾ സ്വിങ് മെഷീൻ്റെ സ്മാൾ വീല് കറങ്ങുന്നത് എന്തിന് എക്സാമ്പിളാണ്? റൊട്ടേഷണൽ മോഷൻ എക്സാമ്പിളാണ്. ഷാർപ്പനിങ് പെൻസിൽ വിത്ത് എ ഷാർപ്പനർ, മൊനവെട്ടി നമ്മൾ പറയും പെൻസിലിൻ്റെ. മൊനവെട്ടിക്കകത്ത് കയറ്റിട്ട് നമ്മളിതിങ്ങനെ തിരിക്കുമ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ പെൻസിലിനെ നമ്മൾ അതിൻ്റെ തന്നെ ആക്സിനെ ബോട്ടായിട്ട് കറക്കുമല്ലേ? നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ആ പെൻസിലിനെ തിരിക്കുന്നത്. അപ്പോൾ ചെയ്യുന്നത് എന്താ? ഇതിൻ്റെ തന്നെ ആക്സിനെ ബോട്ടായിട്ട് ഇതിനെ തിരിക്കുവാണ്. അതല്ലേ നമ്മൾ ചെയ്യുന്നത്? ആണ്. അപ്പോൾ അതും റൊട്ടേഷണൽ മോഷനാണ്. ഷാർപ്പനിങ് പെൻസിൽ വിത്ത് ഷാർപ്പനർ, ആ സമയത്തെ പെൻസിലിൻ്റെ മോഷൻ എന്താണ്? റൊട്ടേഷണൽ മോഷനാണ്. ഓക്കെ, സ്പിന്നിങ് ഓഫ് എ ടോപ്പ്, ഈ പമ്പരം കറങ്ങൂലി, ഇതിനാണ് സ്പിന്നിങ് ഓഫ് എ ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലൊരു പമ്പരം, ഓക്കെ, ഇതുപോലൊരു പമ്പരം ഇതിനിങ്ങനെ കുത്തി കറക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കറങ്ങുകയാണെന്ന് ഇരിക്കുക, ഇതാണ് ഇതിൻ്റെ ആക്സിസ്, ഇതിനെ ബോട്ടായിട്ട് കറങ്ങുകയാണെന്ന് ഇരിക്കുക. അങ്ങനെ കറങ്ങുവാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ടോപ്പിൻ്റെ തന്നെ ആക്സിനെ ബോട്ടായിട്ട് എന്ത് ചെയ്യാണ്? ഈ ടോപ്പ് സ്പിൻ ചെയ്യാണ്, കറങ്ങുകയാണ് അല്ലേ? അപ്പോൾ പമ്പരം കറങ്ങുന്നത് എന്തിൻ്റെ ഉദാഹരണമാണ്? പമ്പരം, സ്പിന്നിങ് ഓഫ് എ ടോപ്പ് എന്തിന് ഉദാഹരണമാണ്? റൊട്ടേഷണൽ മോഷൻ ഉദാഹരണമാണ്. റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, സ്വന്തം അക്ഷത്തെ ആധാരമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ചലനമാണ് ഭ്രമണം. അപ്പോൾ ഭൂമിയുടെ ഭ്രമണമാണ് രാവും പകലും ഉണ്ടാവാൻ കാരണം. റൊട്ടേഷൻ ഓഫ് എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഇസ് ദ കോസ് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. രാവും പകലും ഉണ്ടാവാൻ കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. ഓക്കെ, ഇലക്ട്രോണിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് എന്താണ്? ഭ്രമണത്തിന് ഉദാഹരണമാണ്. അതുപോലെ പോട്ടറി മേക്കിംഗ്, നമ്മൾ കല ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ. കലങ്കാരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരുടെ അഡ്വർടൈസ്മെൻറ്റുകളിലും പഴയ കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യത്തിലും സീരിയലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് പോട്ടറി വീൽ എന്ന് പറയുന്നൊരു വീലുണ്ട്. പോട്ടറി വീൽ എന്നാണ് അതിനെ വിളിക്കുന്നത്, പോട്ടറി വീൽ. പോട്ടറി വീലിൽ മണ്ണ് വയ്ക്കും, എന്നിട്ട് പോട്ടറി വീല് കറക്കും, എന്നിട്ട് അവരിങ്ങനെ കൈവച്ചാണ് ആ കുടമൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പോട്ടറി വീലിൻ്റെ മോഷൻ. ഓക്കെ, റൊട്ടേഷൻ ഓഫ് വീൽ ഇൻ പോട്ടറി മേക്കിംഗ്. കളിമൺ പാത്ര നിർമ്മാണത്തിലെ പോട്ടറി വീലിൻ്റെ അവിടുത്തെ ചക്രത്തിൻ്റെ ചലനം എന്താണ്? റൊട്ടേഷൻ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അതാണ് റൊട്ടേഷൻ. റൊട്ടേഷനും സർക്കുലാർ മോഷനും രണ്ടാണ്. സർക്കുലാർ മോഷൻ്റെ മലയാളം എന്താണ്? വർത്തുള ചലനം എന്നാണ്. അപ്പോൾ രണ്ടും കൃത്യമായി വേർതിരിച്ച് പഠിച്ചോണേ, ചിലർക്കെങ്കിലും തിരിഞ്ഞു പോവും. ഭ്രമണവും വർത്തുള ചലനവും രണ്ടാണ്. ഓക്കെ, റൊട്ടേഷനും സർക്കുലാർ മോഷനും രണ്ടാണ്. എന്താണ് സർക്കുലാർ മോഷൻ? സർക്കുലാറായ ഒരു പാത്തിലൂടെ വസ്തു ചലിക്കുന്നു, അതാണ് സർക്കുലാർ മോഷൻ. ഇപ്പം നിങ്ങൾ ആലോചിച്ചേ, ഇവിടെ സൂര്യൻ ഇരിക്കുകയാണ്, ഭൂമി സൂര്യൻ്റെ ചുറ്റാകെ കറങ്ങുന്നു. ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഭൂമി സൂര്യന് ചുറ്റാകെ കറങ്ങുന്നത് വൃത്താകാരമായ ഒരു പാതയിലൂടെയാണ്. ഒന്നുകൂടെ പറ, ഭൂമി സൂര്യന് ചുറ്റാകെ കറങ്ങുന്നത് വൃത്താകാരമായ പാതയിലൂടെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഭൂമി സ്വന്തം ആക്സിസിൽ കറങ്ങുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? റൊട്ടേഷൻ എന്ന് വിളിച്ചത്. അപ്പോൾ റൊട്ടേഷൻ ഓഫ് എർത്തും സർക്കുലാർ മോഷൻ ഓഫ് എർത്ത് അല്ലെങ്കിൽ റെവല്യൂഷൻ ഓഫ് എർത്തും രണ്ടാണ്. ഈ രണ്ടാമത്തെ കേസിനെ സൂര്യന് ചുറ്റാകെ കറങ്ങുന്നതിന് നമ്മൾ റെവല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ റെവല്യൂഷൻ ചെയ്യുന്നത് എന്താ? വൃത്താകാരമായ ഒരു പാതയിലൂടെ എന്ത് ചെയ്യുന്നു? ഭൂമി സൂര്യനെ ചുറ്റുന്നു. അപ്പം ഞാൻ സർക്കുലാറായ ഒരു ട്രാക്ക് ഉണ്ട്, ഒരു പോയിന്റിൽ നിന്ന് ഓടി തുടങ്ങി അതേ പോയിന്റ് തന്നെ തിരിച്ചെത്തിയപ്പം ഞാൻ ഒരു സർക്കിള് ഫിനിഷ് ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ നേരെ ഓടുകയാണ്. അതിന് പറഞ്ഞേ ഞാൻ തന്നെ ഇങ്ങനെ ഒന്ന് കറങ്ങുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എനിക്കൊരു ആക്സിസ് ഉണ്ട്, അതിനെ ബോട്ടായിട്ട് ശക്തിമാൻ തിരിയൂലേ?
പഴയ സീരിയലിലെ ശക്തിമാൻ തിരിയുന്ന എന്താണ്? പുള്ളിയുടെ തന്നെ ആക്സിനെ ബോട്ടായിട്ട് തിരിയുകയാണ്. അതെന്താണ്? അത് റൊട്ടേഷണൽ മോഷൻ. അത് റൊട്ടേറ്റ് ചെയ്യുന്നു, തിരിയുന്നു. റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തിരിയുക എന്ന് പറഞ്ഞാൽ എന്ത്? സ്വന്തം ആക്സിനെ ബോട്ടായിട്ട് തിരിയുക, അങ്ങനെ ആലോചിച്ചാൽ മതി. സർക്കുലാർ എന്ന് പറഞ്ഞാൽ സർക്കുലാറായൊരു പാത്തിലൂടെ മൂവ് ചെയ്യുന്നു, വൃത്താകാരമായൊരു പാതയിലൂടെ മൂവ് ചെയ്യുന്നു. മനസ്സിലായോ? മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റിനെ സർക്കുലാർ പാത്ത്, അതാണ് എന്തെന്ന് പറയുന്നത്? സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. റെവല്യൂഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ റൊട്ടേഷനും സർക്കുലാർ മോഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താ? റൊട്ടേഷൻ ഈസ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. സർക്കുലാർ മോഷൻ എന്താ? മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റിനെ സർക്കുലാർ പാത്ത്. അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. മോഷൻ ഓഫ് എ സ്റ്റോൺ ടൈഡ് ഇൻ ടു റോപ്പ് ആൻഡ് സ്പൺ ഇൻ എ സർക്കിൾ. ഈ പരിപാടി തന്നെ പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കുരുത്തക്കേടാണ്. എന്ത് ചെയ്യും? ഒരു നൂലിൻ്റെ അറ്റത്ത് ഒരു കല്ല് കെട്ടും, എന്നിട്ട് ഈ നൂല് ഇങ്ങനെ പിടിച്ച് കറക്കും. കാസറ്റ് വള്ളിയിലാണ് പണ്ടത്തൊക്കെ പിള്ളേർ ചെയ്യുന്നത്. മറ്റേ കാസറ്റിൽ നിന്ന് വള്ളി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ വള്ളിയുടെ അറ്റത്ത് കല്ല് ഇട്ടിട്ട് ഇതിനിങ്ങനെ പിടിച്ച് കറക്കും. അപ്പോൾ ഈ കല്ല് എന്താണ്? സർക്കുലാറായൊരു പാത്തിലൂടെ അല്ലേ കറങ്ങുന്നത്? ഈ പടം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇതുപോലൊരു സർക്കുലാർ പാത്തിലൂടെയാണ് ഈ കല്ല് മൂവ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നൂലിൻ്റെ അറ്റത്ത് കല്ല് കെട്ടിയിട്ട് അതിനെ കറക്കുമ്പോൾ അവിടെ എന്താണുള്ളത്? സർക്കുലാർ മോഷനാണ്. ഇനി സർക്കുലാർ ട്രാക്കിലൂടെ ട്രെയിൻ ഓടുന്ന ടോയ് ട്രെയിൻ റണ്ണിങ് ഇൻ എ സർക്കുലാർ ട്രാക്ക്, അല്ലേ? ഇപ്പോൾ ഇവിടെ നമ്മൾ ട്രെയിൻ വെച്ചിട്ട് അതിൻ്റെ കീ കൊടുത്ത് വിട്ടാൽ അത് എന്ത് ചെയ്യും? ഇങ്ങനെ ഇപ്പോൾ ബാറ്ററി ട്രെയിനുകളുണ്ട്, സർക്കുലാർ പാത്തിലൂടെ ആ ട്രെയിൻ ഇങ്ങനെ ഓടും. അപ്പോൾ എന്ത്? സർക്കുലാർ ട്രാക്കിൽ കൂടി ഓടുന്ന ഒരു ടോയ് ട്രെയിനിൻ്റെ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ അതിൻ്റെ മോഷൻ എന്താണ്? സർക്കുലാർ മോഷനാണ്. ഇനി നമ്മൾ കോമ്പസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സർക്കിൾ വരയ്ക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ കോമ്പസിൻ്റെ സെൻറ്റർ നമ്മളിങ്ങനെ കുത്തും. ഇതാണ് കോമ്പസിൻ്റെ സെൻറ്റർ എന്ന് വിചാരിക്കുക. എൻ്റെ ഈ തള്ളവിരലാണ് കോമ്പസിൻ്റെ സെൻറ്റർ, ഈ ചൂണ്ടുവിരലാണ് പെൻസിൽ. അപ്പോൾ തള്ളവിരൽ ഇങ്ങനെ കുത്തി സെൻറ്റർ കുത്തിയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത്, അല്ലേ? ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ? എൻ്റെ ഈ ചൂണ്ടുവിരൽ മൂവ് ചെയ്യുന്നത് നിങ്ങൾ നോക്ക്, സർക്കിളിൽ കൂടിയാണ് എൻ്റെ ചൂണ്ടുവിരൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ പെൻസിലും അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അല്ലേ? സോ ഡ്രോയിങ് എ സർക്കിൾ യൂസിങ് പെൻസിൽ അറ്റാച്ച്ഡ് ടു എ കോമ്പസിൽ അറ്റാച്ച് ചെയ്ത ഒരു പെൻസിൽ കൊണ്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ അവിടെയും പെൻസിൽ ടിപ്പ് മൂവ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? സർക്കുലാർ പാത്തിലൂടെയാണ്. പെൻസിൽ ടിപ്പ് മൂവ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? സർക്കുലാർ പാത്തിലൂടെയാണ്. ഓക്കെ. അപ്പോൾ സർക്കുലാർ പാത്തിലൂടെ, വൃത്താകാരമായ പാതയിലൂടെ ഒരു വസ്തു ചലിച്ചാൽ അതെന്ത് ചലനം? സർക്കുലാർ മോഷൻ. സർക്കുലാർ പാത്തിലൂടെ ചലിച്ചാൽ സർക്കുലാർ മോഷൻ. സ്വന്തം ആക്സിസിനെ ബോട്ടായി ചലിച്ചാൽ റൊട്ടേഷണൽ മോഷൻ. രണ്ടും തിരിയരുത്. ഓക്കെ. അപ്പോൾ ഈ സർക്കുലാർ മോഷനിൽ തന്നെ വേറൊരു കാറ്റഗറി കൂടെ ഉണ്ട്, യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയും. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് യൂണിഫോം സർക്കുലാർ മോഷൻ പഠിക്കാറുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലാർ പാത്തിലൂടെ തന്നെ ഒരു ഒബ്ജക്റ്റ് സഞ്ചരിക്കുന്നതാണ്, പക്ഷേ കവറിങ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പറയും ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്പീഡാണ്. ഡിസ്റ്റൻസ് ബൈ ടൈം സ്പീഡാണ്. അപ്പോൾ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം സ്പീഡ്, അതായത് സ്പീഡിന് മാറ്റമില്ല, ഒരേ സ്പീഡിൽ ഒരു വസ്തു സർക്കുലാർ പാത്തിലൂടെ ചലിക്കുന്നു. ഇപ്പം മനസ്സിലായില്ലെങ്കിലും ആലോചിച്ച് കൺഫ്യൂഷൻ ആവരുത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായി ഇത് പറയും. യൂണിഫോം സർക്കുലാർ മോഷൻ നമ്മൾ പറയും. പ്രൊജക്റ്റൈൽ മോഷൻ കഴിഞ്ഞിട്ട് ഇത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ യൂണിഫോം സ്പീഡിൽ ഒരു വസ്തു ചലിക്കുന്നതിനെയാണ്, സർക്കുലാർ പാത്തിലൂടെ ചലിക്കുന്നതിനെയാണ് യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഒരു ക്ലോക്കിലെ സെക്കൻഡ് ഹാൻഡിൻ്റെ ടിപ്പ് അതെന്തിനാണ്? യൂണിഫോം സർക്കുലാർ മോഷനാണ്. കാരണം എന്താ? സെക്കൻഡ് ഹാൻഡ് എപ്പോഴും ഒരേ വേഗതയിലല്ലേ ചലിക്കുന്നത്. അല്ല, ഒരു സെക്കൻഡിൽ ഒരു വേഗതയിൽ അടിച്ചിട്ട് അടുത്ത രണ്ടാമത്തെ സെക്കൻഡിൽ കുറച്ചുകൂടെ സ്പീഡ് അടിക്കുന്ന ഏതെങ്കിലും ഒരു സെക്കൻഡ് സൂചി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാ സെക്കൻഡുകൾക്കിടയിലും അത് ഒരേ സ്പീഡിലാണ് ചലിക്കുന്നത്. ഇങ്ങനെ ഒരേ സ്പീഡിൽ ചലിച്ച് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ടിപ്പ് എന്താണ്? ഇപ്പോൾ ഒരു സെക്കൻഡ് സൂചി ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ടിപ്പ് എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു സർക്കുലാർ പാത്തല്ലേ കവർ ചെയ്യുന്നത്? ആണ്. അത് ഒരേ സ്പീഡിലല്ലേ കവർ ചെയ്യുന്നത്. അല്ലാതെ ആദ്യത്തെ 30 സെക്കൻഡിൽ ഒരു സ്പീഡും അടുത്ത 30 സെക്കൻഡിൽ വേറൊരു സ്പീഡിലും ഒരു സെക്കൻഡ് സൂചി ചലിക്കൂ? ഇല്ല. അപ്പോൾ ഒരേ സ്പീഡിൽ സർക്കുലാറായ പാത്തിലൂടെയാണ് ഒരു സെക്കൻഡ് സൂചിയുടെ ടിപ്പ് ചലിക്കുന്നത്, അഗ്രം ചലിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം എന്തിനു ഉദാഹരണമാണ്? ഒരു ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം യൂണിഫോം സർക്കുലാർ മോഷൻ, മലയാളത്തിൽ സമവർത്തുള ചലനം എന്ന് വിളിക്കും. സമവർത്തുള ചലനം. വർത്തുള ചലനം എന്നാൽ വർത്തുളമായ പാതയിലൂടെയുള്ള ചലനം. സമവർത്തുള ചലനം എന്നാൽ വർത്തുളമായ പാതയിലൂടെ സമവേഗതയിൽ, യൂണിഫോം സ്പീഡിൽ, സമവേഗത, ആ വാക്ക് ശ്രദ്ധിച്ചോണം, സ്പീഡാണ്. ഓക്കെ. അതാണ് സമവർത്തുള ചലനം. കൺഫ്യൂസ്ഡ് ആവണ്ട, പേടിക്കേണ്ട, ഡീറ്റെയിൽഡായി പഠിക്കും. ഇപ്പം മനസ്സിലായില്ലെങ്കിലും വിട്ടേക്കുക. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. അതാണ് യൂണിഫോം സർക്കുലാർ മോഷൻ. അടുത്തതാണ് ഓസിലേഷൻ. മലയാളത്തിൽ നമ്മൾ ദോലന ചലനം എന്ന് വിളിക്കും. എന്താണ് ദോലന ചലനം, അല്ലെങ്കിൽ സിംപ്ലി ദോലനം എന്ന് വിളിക്കും. എന്താണ് ഓസിലേഷൻ? ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിതേ ഇതുപോലൊരു നൂലിൽ ഒരു ബോബ്, ഉരുണ്ട ബോബ്, അതായത് ഗോലിയൊക്കെ സ്പിയർ അല്ലേ, ഗോളമല്ലേ,
അപ്പോൾ ഗോളാകൃതിയിലുള്ള ഒരു ബോബ് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് ഈ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന സാധനത്തിന് ഞാൻ ഇങ്ങനെ പിടിച്ചത് ഇങ്ങോട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്തപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയില്ലേ, ആയി. എന്നിട്ട് ഞാൻ ഇതിനെ വിട്ടു, ഇങ്ങനെ വിട്ടിരിക്കുന്ന സാധനത്തിനെ വിടുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇവിടെ നിന്ന് ആടിതേ ഇവിടെ എത്തി, ആടിതേ വീണ്ടും ഇങ്ങോട്ട് വരും, ആടിതേ വീണ്ടും തിരിച്ചിവിടെ എത്തും അല്ലേ. ഇനി ഓണത്തിന് നിങ്ങളെല്ലാവരും കോളേജുകളിലും വീടുകളിലൊക്കെ ഓണത്തിന് ഊഞ്ഞാൽ കെട്ടുമല്ലോ. ഊഞ്ഞാലിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഭിത്തിയിൽ അല്ലെങ്കിൽ ഒരു മരക്കൊമ്പിൽ നിന്ന് താഴോട്ട് ഇതുപോലെ 2 വള്ളി കെട്ടും. ഈ 2 വള്ളിയും കൂടി ജോയിൻ ചെയ്ത് ഒരു തടി കഷ്ണം എന്തെങ്കിലും വയ്ക്കും കട്ടിയുള്ള. എന്നിട്ട് ഇതിനിങ്ങനെ ആളെ കയറ്റി എടുത്തിട്ട് ഇതിനകത്തെ പുറകോട്ട് വലിക്കും, എന്നിട്ട് ഇവിടെ ഒച്ചങ്ങ് വിടും. അപ്പോൾ ഈ സാധനം ഇങ്ങനെ മുമ്പോട്ട് പോവും, തിരിച്ചാടി പുറകോട്ട് വരും. അതായത് ഇവിടെ നമ്മളൊരു മധ്യബിന്ദു എടുത്താൽ അതിനെ ബേസ് ചെയ്ത് ഇങ്ങനെ വശങ്ങളിലേക്ക് മുമ്പോട്ട് പുറകോട്ട് ആണേ. ഇവിടെ നോക്ക്, ഇവിടെ ഇതിനെ പെൻഡുലം എന്നാണ് പറയുന്നത്. ഇതുപോലെ നൂലിൻ്റെ അടുത്ത് ബോബ് ഇടുന്നതിനെ പെൻഡുലം എന്നാണ് പറയുന്നത്. ഈ പെൻഡുലത്തെ നിങ്ങൾ വശത്തിലേക്ക് വെച്ചിട്ട് വിട്ടപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മിഡ് പോയിന്റ് നമുക്ക് വിളിക്കാവുന്നത്. ഈ മിഡ് പോയിന്റ് ആസ്ഥാനമാക്കി ഇത് ആദ്യം ഇങ്ങോട്ട് പോകുന്നു, പിന്നെ തിരിച്ചു വരുന്നു, വീണ്ടും ഇങ്ങോട്ട് പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു അല്ലേ. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് നമുക്ക് വിളിക്കാം ഇതിനെ. ഊഞ്ഞാലിൻ്റെ മധ്യബിന്ദുവിനെ ഇക്വിലിബ്രിയം, ഇതിൻ്റെയും ഈ മധ്യബിന്ദുവിനെ ഇക്വിലിബ്രിയം എന്ന് വിളിക്കാം. ഇനി പെൻഡുലം ക്ലോക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു പെൻഡുലം ക്ലോക്കിൽ നിന്ന് ഇങ്ങനെ താഴോട്ടൊരു പെൻഡുലം താന്ന് കിടക്കും. ഇതിങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞ് സെക്കൻഡിനനുസരിച്ച് മൂവ് ചെയ്യില്ലേ. അവിടെ എന്താ, ഇതൊരു തുലന സ്ഥാനം, ഇതിനനുസരിച്ച് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ മൂവ് ചെയ്യല്ലേ ആണ്. ഇതാണ് ഓസിലേഷൻ അഥവാ ദോലനം. ഓക്കെ, ഓസിലേഷൻ ഈസ് ദ മൂവ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു ബോത്ത് സൈഡ്സ് എബൌട്ട് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ഒരു ഇക്വിലിബ്രിയം പൊസിഷനെ ആസ്പദമാക്കി ഒരു വസ്തുവിൻ്റെ 2 വശങ്ങളിലേക്കുള്ള ചലനം, അല്ലെങ്കിൽ ഇതിന് എന്തെന്ന് പറയാം, ടു ആൻഡ് ഫ്രോ, ടു ബോത്ത് സൈഡ്സ് എന്നുള്ളതിനെ ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയാം. ടു ആൻഡ് ഫ്രോ മലയാളത്തിൽ ഈ ഇക്വിലിബ്രിയം പൊസിഷനെയാണ് മലയാളത്തിൽ നമ്മൾ തുലനസ്ഥാനം എന്ന് വിളിക്കുന്നത്. എന്ത് സ്ഥാനം, തുലനസ്ഥാനം. ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി മുന്നോട്ടും പിന്നോട്ടുമുള്ള ഒരു വസ്തുവിൻ്റെ ചലനത്തെയാണ് നമ്മൾ ഓസിലേഷൻ അഥവാ ദോലനം എന്ന് വിളിക്കുന്നത്. ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി മുമ്പോട്ടും പിറകോട്ടും, ഒരു തുലനസ്ഥാനമുണ്ട്, അതിനെ ആസ്പദമാക്കി മുമ്പോട്ടും പുറകോട്ടുമുള്ള ചലനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ദോലനം എന്ന് വിളിക്കുന്നത്, ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു ബോബുണ്ട്, അതിനെ നമ്മൾ ഇങ്ങോട്ട് പിടിച്ച് വെച്ചിട്ട് വിട്ടാൽ ഇതെന്ത് ചെയ്യും, അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ തുലനസ്ഥാനം. ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ട്, ഇതിനെ വെച്ച് നോക്കിയാൽ അതിങ്ങനെ മുമ്പോട്ടും പുറകോട്ടും ടു ആൻഡ് ഫ്രോ ആയി ചലിക്കുന്നു. അപ്പോൾ അതെന്താണ്, ദോലനമാണ് അല്ലേ, അല്ലെങ്കിൽ ഓസിലേഷനാണ്. അപ്പോൾ ഓസിലേഷൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്, മോഷൻ ഓഫ് എ സ്വിങ്, അതായത് ഊഞ്ഞാലൊക്കെ നമ്മൾ ആട്ടി വിടുന്നു, അതിനാണ് സ്വിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്വിങ്ങിൻ്റെ മോഷൻ ഓഫ് എ ക്ലോക്ക്, പെൻഡുലം ക്ലോക്കുകളുടെ പെൻഡുലത്തിൻ്റെ ചലനം എന്താണ്, ഓസിലേഷൻ ഉദാഹരണമാണ് അല്ലേ. എ ഹാങ്ങിങ് ലാമ്പ്, തൂക്കുവിളക്കെന്ന് നമ്മൾ പറയും. ഈ തൂക്കുവിളക്കിനൊക്കെ നമ്മൾ പഴയ പ്രേതപ്പടങ്ങളിലൊക്കെ നമ്മൾ കണ്ടില്ലേ, കാറ്റ് വീശുമ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ കിടന്ന് ആടും. അപ്പോൾ ഈ തൂക്കുവിളക്കുകൾ ആടുന്നത് എങ്ങനെയാണ് ഓസിലേഷനായിട്ടാണ്, ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി മുമ്പോട്ടും പുറകോട്ടുമാണ് അല്ലേ. അപ്പോൾ ഹാങ്ങിങ് ലാമ്പ്. മോഷൻ ഓഫ് എ സീസോ എന്ന് പറഞ്ഞാൽ എന്താ, നടുക്ക് ഇതുപോലെ ഒരു പിവട്ട് കാണും, അതിനെ ആസ്പദമാക്കിയിട്ട് ഇങ്ങനെ സാധനം 2 സീറ്റ് കാണും. ഈ ഒരു സീറ്റിൽ ആൾ കയറിയിരിക്കും. അപ്പോൾ ഇതൊരെണ്ണം ഇങ്ങനെ താഴോട്ട്, ഒരെണ്ണം മുകളിലോട്ട്, ഒരെണ്ണം താഴോട്ട്, ഒരെണ്ണം മുകളിലോട്ട്, അങ്ങനെയാണ് ഇത് ചലിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരു തുലന സ്ഥാനമുണ്ട്, അതിനെ ആസ്പദമാക്കി മുമ്പോട്ടും പുറകോട്ടും. പക്ഷേ ഇത് സീസോ നിങ്ങൾ അങ്ങനെ ഒരു സോളിഡ് എക്സാമ്പിളായിട്ട് ഓർത്ത് വെക്കണ്ട. സീസോ വേണമെങ്കിൽ നമുക്ക് റൊട്ടേഷണൽ മോഷൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. കാരണം ഈ ആൾ താഴോട്ട് വരുന്ന ഇയാൾ മുകളിലോട്ട് പോകുന്ന നിങ്ങളുടെ ഒരു സർക്കിളിലാണ്, ഇങ്ങനെ ആകുമ്പോൾ അതൊരു സർക്കിളാവും. ഓക്കെ, എന്നാൽ അതൊരു കംപ്ലീറ്റ് സർക്കുലർ മോഷൻ അല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഹോൾ സീസോയുടെ മോഷൻ പറയണം. സീസോ ബെഞ്ചിൻ്റെ ചലനം മാത്രം പറയണം. ഒരു സീസോ ബെഞ്ചിൻ്റെ ചലനം പറയുകയാണ്, 2 എഡ്ജും കൂടെ നിങ്ങൾ എടുക്കണം. ഇപ്പോൾ ഈ എഡ്ജങ്ങ് മാറ്റണം, ഈ ബെഞ്ചിൻ്റെ മാത്രം ചലനം നിങ്ങൾ പറയണം. അപ്പോൾ ഇതൊരു പൊസിഷനാക്കി വെച്ചാൽ താഴോട്ട് മുകളിലോട്ട് അല്ലേ. അപ്പോൾ ഒരു സീസോ സീറ്റിൻ്റെ മോഷൻ എന്തായിട്ട് നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയാം. കൺഫ്യൂസ്ഡ് ആവാൻ നിൽക്കണ്ട. മോഷൻ ഓഫ് എ സീസോ എന്താണെന്ന് പഠിച്ചാൽ മതി, ഓസിലേഷൻ ആണെന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ഓസിലേഷൻ അഥവാ ദോലനം. ഇനി നമുക്ക് ഒരു കാറ്റഗറി കൂടെ പറയാനുണ്ട്, അതാണ് വൈബ്രേഷൻ അഥവാ മലയാളത്തിൽ നമ്മൾ കമ്പനം എന്ന് വിളിക്കും. കമ്പനം. എന്താണ് വൈബ്രേഷൻ? ക്വിക്ക് ഓസിലേഷൻ, സ്പീഡിലുള്ള ഓസിലേഷനാണ് വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഊഞ്ഞാൽ നിങ്ങൾ എടുത്ത്, അല്ലെങ്കിൽ ഒരു പെൻഡുലം എടുത്ത്, ഈ പെൻഡുലം തന്നെ നിങ്ങളിങ്ങനെ വലിച്ചു വെച്ചിട്ട് ആട്ടി വിട്ടു. അപ്പോൾ ഇതിങ്ങനെ മുമ്പോട്ടും പുറകോട്ടും ചലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലിയർ ആയിട്ട്. ഈ പേന ഞാനിങ്ങനെ വെച്ചിട്ട് താഴോട്ടിട്ടാൽ ഇതിങ്ങനെ ചലിക്കുന്നത് നിങ്ങൾക്ക് കാണാം അല്ലേ. ഇതിങ്ങനെ ഒരു ഇക്വിലിബ്രിയം പൊസിഷനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ആയിട്ട് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ അതിന് പകരം എൻ്റെ 2 കയ്യിലൂടെ റബ്ബർ വലിച്ചു പിടിച്ചിട്ട് ഈ പേന വെച്ച് അതിലൊന്ന് തട്ടി,
അപ്പോൾ റബ്ബർ കിടന്ന് വിറയ്ക്കൂലേ? ഈ വിറയ്ക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ? ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ആസ്പദമാക്കി റബ്ബർ ഇങ്ങനെ അതേ മുകളിലോട്ട് പോയി ഇതേ താഴോട്ട് വന്നു. ഇങ്ങനെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് റബ്ബറിൻ്റെ ഓസിലേഷൻ കാണാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? റബ്ബറിനുണ്ടാകുന്ന ഓസിലേഷൻ ഭയങ്കര ക്യുക്കാണ്. ഇനി ഗിത്താറിസ്റ്റുകൾ അവരുടെ ഗിത്താറിൻ്റെ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യിക്കാറുണ്ടല്ലോ. ആ സമയത്ത് ഈ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാൻ പറ്റുമോ? പറ്റൂല. അവിടേക്ക് എന്താണ്? ക്യുക്ക് ഓസിലേഷൻസ്, ദ്രുതഗതിയിലുള്ള എന്ത് മലയാളത്തിൽ എന്ത് പറയും? ദ്രുതഗതിയിലുള്ള ദോലനം. ദ്രുതഗതിയിലെ ദോലനം. ദ്രുതഗതിയിൽ സംഭവിക്കുന്ന ദോലനങ്ങളെയാണ് നമ്മൾ കമ്പനങ്ങൾ എന്ന് വിളിക്കാറുള്ളത്. ക്യുക്ക് ഓസിലേഷൻസ് ആർ കാൾഡ് വൈബ്രേഷൻസ്. മനസ്സിലായോ? ക്യുക്ക് ഓസിലേഷൻസ് ആണ് വൈബ്രേഷൻസ്. അപ്പോൾ എക്സാമ്പിൾ എന്താ? വാട്ട് ഹാപ്പൻസ് വെൻ വൺ പ്രോങ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക് ഇസ് സ്ട്രക്ക് വിത്ത് എ റബ്ബർ ഹാമർ. ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. സൗണ്ട് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. ഇത് ഇതുപോലെ ഇരിക്കും. ഇവിടെ നമുക്ക് പിടിക്കാനായിട്ടൊരു ഹാൻഡിൽ ഉണ്ടാവും. എന്നിട്ട് നമ്മളൊരു ചെറിയ മറ്റേ കോർക്ക് ഹാമർ ഉണ്ട്. വലിയ കട്ടിയുള്ള ഹാമറിലെ കോർക്ക് ഹാമർ വെച്ചിട്ട് ഇതിൻ്റെ ഒരു അതിനെ വിളിക്കുന്ന വൺ പ്രോങ് എന്ന ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഒരു പ്രോങ്ങിൽ നമ്മൾ തട്ടിയാൽ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ സൗണ്ട് ഉണ്ടാവും അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതെന്താ ഇന്ന് വൈബ്രേറ്റ് ചെയ്യുമോ? സഡനായിട്ട് ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ആയിട്ട് മൂവ് ചെയ്യുമോ? നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ ട്യൂണിംഗ് ഫോർക്കിൻ്റെ പ്രോങ് മോഷൻ അല്ലെങ്കിൽ ട്യൂണിംഗ് ഫോർക്കിൻ്റെ മോഷൻ, വെൻ വി വൈബ്രേറ്റ് എ ട്യൂണിംഗ് ഫോർക്ക് ഇറ്റ് മോഷൻ ഈസ് വൈബ്രേഷൻ എന്ന് ആലോചിച്ചാൽ മതി. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡ് ഈസ് പ്ലഗ്ഡ് വിത്ത് എ ഫിംഗർ. നമ്മളതിൻ്റെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ച റബ്ബർ ബാൻഡിൽ വിരൽ വെച്ച് തട്ടിയാൽ ആ റബ്ബർ ബാൻഡിനുണ്ടാവുന്ന ചലനം എന്താണ്? അത് കമ്പനമാണ്, അഥവാ എന്താണ്? വൈബ്രേഷനാണ്. ഓക്കെ. പ്ലേസിങ് എ മെറ്റൽ സ്കെയിൽ ഓൺ എ ടേബിൾ വിത്ത് ഇറ്റ്സ് എൻഡ് പ്രൊട്രൂഡിങ് ആൻഡ് പ്ലക്കിംഗ് ദ പ്രൊട്രൂഡിങ് പാർട്ട് വിത്ത് എ ഫിംഗർ. അതായത് ഇങ്ങനെ മേശ ഇരിക്കുന്നു, ഈ മേശയിൽ നിന്ന് വെളിയിലേക്ക് നിൽക്കത്തക്കവണ്ണം നമ്മളൊരു മെറ്റൽ സ്കെയിൽ വെച്ചു, എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് നമ്മൾ വിരൽ വെച്ച് തട്ടുകയാണ്. ഓക്കെ. അങ്ങനെ തട്ടിയാൽ അതിങ്ങനെ നമുക്കറിയാം, നമ്മൾ മെറ്റൽ സ്കെയിലുകൾ, പഴയ മെറ്റൽ സ്കെയിൽ ഇങ്ങനെ തട്ടുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അറ്റം ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ചലിക്കും. അതും എന്താണ്? അതും വൈബ്രേഷനാണ് അല്ലേ? അതുപോലെ ദ മോഷൻ ഓഫ് സ്ട്രിങ്സ് ഓഫ് എ വീണ അല്ലെങ്കിൽ ഗിത്താർ വെൻ ഇറ്റ്സ് പ്ലേഡ്. അതായത് നമ്മൾ സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയും, തന്തുവാദ്യങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അങ്ങനെയുള്ള സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റുകളെ നമ്മൾ ഇതുപോലെ വിരൽ വെച്ച് അത് പ്ലേ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ സ്ട്രിങ്ങുകൾ വൈബ്രേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇനി ഇത് ഡ്രം ഇൻസ്ട്രുമെൻറ്റിലോട്ട് ചെണ്ട നിങ്ങൾ കോല് വെച്ച് തട്ടുന്നു, അവിടെ സംഭവിക്കുന്നത് ചെണ്ടയുടെ ചെണ്ടയുടെ തുകൽ എന്ത് ചെയ്യാണ്? വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അവിടെ ശബ്ദം ഉണ്ടാകുന്നത് അല്ലേ? അതുപോലെ വോക്കൽ കോഡിൻ്റെ മോഷൻ വെൻ വൺ സ്പീക്കിംഗ്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? എനിക്ക് വോക്കൽ കോഡ്, സ്വനപേടകം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എൻ്റെ തൊണ്ടയിൽ. ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ കൈ വെച്ച് നിങ്ങൾ ഇവിടെ തൊട്ട് വയ്ക്കാൻ നിങ്ങൾക്ക് ആ വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ നെഞ്ച് കൈ വെച്ച് ഹാർട്ടിൻ്റെ വൈബ്രേഷൻ അറിയും പോലെ തൊണ്ടയിൽ സംസാരിക്കുമ്പോൾ കൈ വെച്ചാൽ നിങ്ങൾക്ക് ആ വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ വോക്കൽ കോഡിൻ്റെ മോഷൻ എന്താണ്? വൈബ്രേറ്ററി മോഷനാണ് അല്ലേ? അതാണ് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സൗണ്ട് ആൻഡ് വൈബ്രേഷൻ. ഇത് സൗണ്ട് പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്, പക്ഷേ മോഷൻ പറയുന്ന കൂട്ടത്തിൽ നിങ്ങളെ SCRT തന്നിരിക്കുന്ന ഒരു ടേബിളാണിത്. ഓക്കെ. അപ്പോൾ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്ത് കാരണമാണ്? വൈബ്രേഷൻ കാരണമാണ്. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു വൈബ്രേഷൻ. ശബ്ദം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കമ്പനം മൂലമാണ്. ദെയർ വിൽ ബി വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ബിഹൈൻഡ് ദ പ്രൊഡക്ഷൻ ഓഫ് എനി സൗണ്ട്. ചെണ്ട കൊട്ടുമ്പോൾ സൗണ്ട് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? ചെണ്ടയുടെ തുകൽ വൈബ്രേറ്റ് ചെയ്യുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ വോക്കൽ കൂടെ വൈബ്രേറ്റ് ചെയ്യുന്നു. വീണയിൽ നിന്ന് ശബ്ദം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? വീണയിലെ സ്ട്രിങ്സ് വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ എവിടെ ശബ്ദമുണ്ടായാലും അതിന് പിന്നിൽ എന്തുണ്ടായിരിക്കും? ഒരു ഒബ്ജക്റ്റിൻ്റെ വൈബ്രേഷൻ ഉണ്ടായിരിക്കും. ദെയർ വിൽ ബി വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. വി ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് സൗണ്ട് ഡ്യൂ ടു ദ വൈബ്രേഷൻ ഓഫ് വോക്കൽ കോഡ്സ്. സ്വനതന്തുക്കൾ അല്ലെങ്കിൽ സ്വനപേടകത്തിൻ്റെ ലാരിങ്സ്, തൊണ്ടയിലെ ലാരിങ്സിന് സമീപമായിട്ടുള്ള വോക്കൽ കോഡുകൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. വെൻ ആൻ എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക് ഈസ് കെപ്റ്റ് നിയർ ഇയർ. ഞാൻ പറഞ്ഞില്ലേ, ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ തട്ടി വൈബ്രേറ്റ് ചെയ്തിട്ട് ചെവിയിൽ അടുത്ത് പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. ഏബിൾ ടു ഹിയർ എ സൗണ്ടിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, HEAR ആണ്, HERE അല്ല, HEAR. ഹിയർ എ സൗണ്ട്. മ്യൂസിക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വീണ, വയലിൻ എക്സെട്ര ബൈ വൈബ്രേറ്റിംഗ് ദ സ്ട്രെച്ച്ഡ് സ്ട്രിങ്സ് ഇൻ ഡിഫറൻറ്റ് വേയ്സ്. ഞാൻ പറഞ്ഞ സാധനം തന്നെ, തന്തുവാദ്യങ്ങളിൽ ശബ്ദം ഉൽപ്പാദിപ്പിക്കുന്നത് തന്തുക്കൾ കമ്പനം ചെയ്യിച്ചുകൊണ്ടാണ്. ഇൻ ഇൻസ്ട്രുമെന്റ് ലൈക്ക് ചെണ്ട ഇറ്റ് ഈസ് എ ഡയഫ്രം. കണ്ടോ, ഡയഫ്രം ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് വൈബ്രേറ്റഡ്. ഓക്കെ. ഇൻ ഫ്ലൂട്ട് ആൻഡ് ഹാർമോണിയം ഇറ്റ് ഈസ് ദ എയർ ദാറ്റ് ഗെറ്റ്സ് വൈബ്രേറ്റഡ്. ഫ്ലൂട്ട് നമുക്കറിയാം ഒരു കുഴലാണ്. ഈ കുഴലിൻ്റെ അകത്തൊരു എയർ കോളമുണ്ട്, വായുയൂപം എന്ന് മലയാളത്തിൽ പറയും. ഈ വായുയൂപത്തെ കമ്പനം ചെയ്യിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ സുഷിരവാദ്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ശബ്ദം ഉണ്ടാക്കുന്നത്. ഫ്ലൂട്ടൊക്കെ എന്താണ്? സുഷിരവാദ്യമാണ്. അതാണ് വൈബ്രേഷൻ. ഓക്കെ. അപ്പോൾ അതാണ് വൈബ്രേറ്ററി മോഷൻ. ഓക്കെ. ഇനി പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നൊരു മോഷൻ ഉണ്ട്. അതെന്താണ്? പീരിയോഡിക് എന്ന് പറഞ്ഞാൽ എന്ത്? സമയത്തിനനുസരിച്ച് ആവർത്തിക്കുന്നു. എന്താണ്? സമയത്തിനനുസരിച്ച് ആവർത്തിക്കുന്നു. മോഷൻ ദാറ്റ് റിപ്പീറ്റ്സ് ആഫ്റ്റർ എ ഫിക്സഡ് ഇൻ്റർവൽ ഓഫ് ടൈം.
ഒരു നിശ്ചിത സമയ ഇടവേളയ്ക്ക് ശേഷം ആവർത്തിക്കുന്ന ചലനത്തെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് പീരിയോഡിക് മോഷൻ? ഒരു നിശ്ചിത സമയത്തിന് ശേഷം ആവർത്തിക്കുന്ന ചലനത്തെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എർത്ത് സൂര്യന് ചുറ്റാകെ കറങ്ങുന്നു. അതെന്താണ്? എർത്ത് സൂര്യന് ചുറ്റാകെ കറങ്ങുമ്പോൾ 365 ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യൂലേ? അതായത് ഇവിടെ ദേ സണ്ണുണ്ട്, ഇവിടെ ഒരു പാത്തുണ്ട്, എർത്ത് ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് എർത്ത് മൂവ് ചെയ്ത് തുടങ്ങി ഇവിടെ തന്നെ തിരിച്ചെത്തി. അപ്പോൾ എത്രയായി? 365 ദിവസമായി. ഇനി ഇവിടെ നിന്ന് വീണ്ടും എർത്ത് മൂവ് ചെയ്ത് വീണ്ടും ഇവിടെ തന്നെ എത്താൻ വീണ്ടും എത്ര സമയം വേണം? 365 ദിവസം വേണം. അപ്പോൾ ഓരോ 365 ദിവസം കഴിയുമ്പോഴും എർത്തിൻ്റെ മോഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താണ് ഒരു പീരിയോഡിക് മോഷനാണ്. പിന്നെ വൈബ്രേറ്റിംഗ് സ്പ്രിങ്, അത് തൽക്കാലം നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിക്കേണ്ട. ഈ സ്പ്രിങ്ങിൻ്റെ മോഷൻ എങ്ങനെ പീരിയോഡിക് ആവും എന്നുള്ളത് നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. തൽക്കാലം വൈബ്രേറ്റിംഗ് സ്പ്രിങ് പീരിയോഡിക് ആണെന്ന് ആലോചിക്കുക. നമ്മൾ ഈ വേവ് പഠിക്കുമ്പോൾ മനസ്സിലാവും. വേവ് നമുക്ക് പഠിക്കാനുണ്ട്. പെൻഡുലത്തിൻ്റെ മോഷൻ എന്താണ്? പീരിയോഡിക് ആണ്. ഒരു പെൻഡുലം ക്ലോക്കിൻ്റെ പെൻഡുലം എന്താണ്? സെക്കൻഡിനനുസരിച്ചാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓരോ സെക്കൻഡിനും ഓരോ ഓസിലേഷൻ അല്ലേ? അപ്പോൾ പെൻഡുലം ക്ലോക്കിലെ പെൻഡുലം എന്താണ്? പീരിയോഡിക് മോഷനാണ്. അപ്പോൾ റാൻഡം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫിക്സ്ഡ് പാറ്റേൺ ഒന്നുമില്ല, ഇത്ര ടൈമിന് ശേഷം ആവർത്തിക്കും അങ്ങനെയൊന്നുമില്ല. അതാണ്. അല്ലെങ്കിൽ പാത്തിലും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു സർക്കുലാർ പാത്ത് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ പാത്ത്, അങ്ങനെ പാത്തിലും ഒരു പാറ്റേൺ ഇല്ല, ടൈമിലും ഒരു പാറ്റേൺ ഇല്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാറ്റേണും ഇല്ലാത്ത ഒരു നിർഗുണ പരബ്രഹ്മം എന്ന് നമുക്ക് വിളിക്കാവുന്ന ചലനമാണ് റാൻഡം മോഷൻ. അവിടെ എന്താ? ഹണി ബീ ഇൻ ഫ്ലൈറ്റ്, പറക്കുന്നൊരു തേനീച്ച പറക്കുന്നതിന് എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ? അത് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പോകും, ഇങ്ങനെ കയറി പോകും അല്ലേ? ഒരു പാറ്റേൺ ഒന്നുമില്ല. തോന്നിയ പാത്തിൽ പോകും, തോന്നിയ സമയത്തിനനുസരിച്ച് പോകും. അപ്പോൾ ഹണി ബീ ഇൻ ഫ്ലൈറ്റ്, ഫിഷ് സ്വിമ്മിങ്, നീന്തുന്ന മത്സ്യം, അതിന് പ്രത്യേകിച്ച് എന്തില്ല, ഒന്നുമില്ല. ബ്രൗണിയൻ മോഷൻ നിങ്ങൾക്ക് കെമിസ്ട്രി പഠിക്കാനുണ്ട്. സൊല്യൂഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ബ്രൗണിയൻ മോഷൻ പഠിക്കും. അതായത് നമ്മുടെ ഇപ്പോൾ ചോക്ക് പൊടി കലർത്തിയ വെള്ളത്തിലെ ചോക്ക് പൊടിയുടെ ചലനം, അതൊക്കെ എന്താണ്? അത് തോന്നിയ പോലെയാണ്. അതിന് പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നുമില്ല, റാൻഡം മോഷനാണ്. അതൊക്കെയാണ് ബ്രൗണിയൻ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മോഷനൊക്കെ എന്താണ്? റാൻഡം മോഷനാണ്. ഓക്കെ, അപ്പോൾ സമയത്തിലോ പാതയിലോ പ്രത്യേകിച്ച് അങ്ങനെ പാറ്റേൺ ഒന്നും കാണിക്കാത്ത മോഷനാണ് റാൻഡം മോഷൻ. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെക്കണം. ഒരു റോളിംഗ് ബാൾ. ഓക്കെ, റോളിംഗ് എന്ന് പറഞ്ഞാൽ ഉരുണ്ട് വരുന്ന പന്ത്. എന്താണ് റോളിംഗ് ബാൾ? ഉരുണ്ട് വരുന്ന പന്ത്. ഉരുണ്ട് വരുന്ന പന്ത് രണ്ട് മോഷൻ്റെ കോമ്പിനേഷനാണ്. അതിൽ റെക്റ്റിലീനിയർ മോഷനും ഉണ്ട്, റൊട്ടേഷനും ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ചരിഞ്ഞിരിക്കുന്ന പാതയിൽ കൂടി ഒരു പന്ത് ഇങ്ങനെ ഉരുണ്ട് വരുന്നു എന്ന് വിചാരിക്കാം. ഉരുണ്ട് വരുമ്പോൾ എന്താ? ഇങ്ങനെയാണ് അത് ഉരുണ്ട് താഴോട്ട് വരുന്നത് അല്ലേ? നാലോചിക്ക് ഉരുണ്ട് താഴോട്ട് വരുന്നു. പണ്ടത്തെ സിനിമയിലൊക്കെ നായകനും നായികയും കൂടെ കെട്ടിപ്പിടിക്കുമ്പോൾ അവരിങ്ങനെ ഉരുണ്ട് വരുന്ന സീനുണ്ട് അല്ലെ? നായകൻ മാത്രമായിട്ട് വീഴുന്നു, അപ്പോൾ നായകനും ഉരുണ്ട് വരും. അത് ആലോചിച്ചാൽ മതി. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് നായകൻ ഒരേ സമയം നായകൻ ഉരുണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നായകൻ ഒരേ സമയം സ്പിന്നിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ അയാൾ ഈ ഇരുന്നിടത്തുനിന്ന് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈനിലൂടെ പുള്ളി താഴോട്ടും വന്നു, എന്നാൽ പുള്ളി സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പം കറക്കവും റൊട്ടേഷനും എന്താണ്? ഭ്രമണവും നേർരേഖാ ചലനം കൂടി ഒന്നിച്ചുള്ളതിനെയാണ് നമ്മൾ റോളിംഗ് ബാൾ, ഉരുളൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഉരുളലിൽ സംഭവിക്കുന്നത് എന്താ? അപ്പോൾ പന്ത് നിങ്ങളെടുത്താൽ പന്ത് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തം ആക്സിസിന് എബൌട്ടായിട്ട് റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്, എന്നാൽ ഇവിടെ നിന്ന് ഉരുണ്ട് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈൻ മോഷൻ്റെയും അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറയാം. ഓക്കെ, ഒരു സ്ട്രൈറ്റ് ലൈൻ മോഷൻ്റെയും ഒരു റൊട്ടേഷണൽ മോഷൻ്റെയും കൂടി കമ്പൈൻഡ് എഫക്റ്റ് ആണ് റോളിംഗ് എന്ന് പറയുന്നത്. റോളിംഗ് ബാൾ ഷോസ് കമ്പൈൻഡ് മോഷൻ. ഏതൊക്കെ? റെക്റ്റിലീനിയറും ഉണ്ട്, റൊട്ടേഷണലും ഉണ്ട്. രണ്ട് മോഷനും ഒരുപോലെയുണ്ട്. ആരുടെ കാര്യത്തിൽ? ഒരു റോളിംഗ് ബാൾ അഥവാ ഉരുളുന്ന ഒരു പന്തിൻ്റെ ചലനത്തിൽ. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമ്മൾ മോഷൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ മോഷനെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര സമയം പോകുന്നത്. സത്യത്തിൽ കൺസെപ്റ്റുകൾ വളരെ കുറച്ചേ ഉള്ളൂ നമ്മളിന്ന് പഠിച്ചത് അല്ലേ? അപ്പോൾ ജസ്റ്റ് ആ കൺസെപ്റ്റുകളൊന്ന് ഓർത്ത് നോക്കിയേ. ആദ്യം നമ്മൾ എന്താണ് മോഷൻ എന്ന് പറഞ്ഞു. മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് ടൈം റിലേറ്റീവ് ടു ആൻ ഒബ്സർവർ ഓർ റെഫറൻസ് ബോഡി. എന്താണ്? ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് ടൈം റിലേറ്റീവ് ടു ആൻ ഒബ്സർവർ ഓർ റെഫറൻസ് ബോഡി ഈസ് കാൾഡ് മോഷൻ. ഓക്കെ, മോഷൻ പറയാൻ നമ്മൾ ബേസിസ് ആക്കി എടുക്കുന്ന ബോഡിയാണ് റെഫറൻസ് ബോഡി അഥവാ റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ മോഷൻ നമുക്ക് എപ്പോഴും റിലേറ്റീവായിട്ട് പറയാൻ പറ്റും. ദർ ഇസ് നോ അബ്സല്യൂട്ട് മോഷൻ ഓർ അബ്സല്യൂട്ട് റെസ്റ്റ്. മോഷൻ എപ്പോഴും നമുക്ക് റിലേറ്റീവായിട്ടേ പറയാൻ പറ്റൂ എന്ന് നമ്മൾ പറഞ്ഞു ആണേ. അപ്പോൾ ഈ റിലേറ്റിവിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് റിലേറ്റിവിറ്റിയുടെ എക്സ്പ്ലനേഷനായിട്ട് പറഞ്ഞ എന്താണ്? ആൻ ഒബ്ജക്റ്റ് ഇൻ മോഷൻ വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ ക്യാൻ ബി അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്സർവർ. ഒരു ഒബ്സർവർ നോക്കുമ്പോൾ മോഷനിലിരിക്കുന്ന ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്സർവർ നോക്കുമ്പോൾ റെസ്റ്റിലാവാം. അതുപോലെ ഒരു ഒബ്സർവർ നോക്കുമ്പോൾ റെസ്റ്റ് ഇരിക്കുന്നത് മറ്റൊരാളെ നോക്കുമ്പോൾ മോഷനിലും ആവാം. അതാണ് റിലേറ്റിവിറ്റി ഓഫ് മോഷൻ ആണേ. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ് പറഞ്ഞു.
അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ്റെ കാര്യത്തിൽ പറഞ്ഞത്? ആദ്യം നമ്മൾ പാത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ പറഞ്ഞു. റെക്റ്റിലീനിയർ മോഷൻ അല്ലെങ്കിൽ ലീനിയർ മോഷൻ എന്നും പറയാം, രണ്ടും പറയാം. ലീനിയർ മോഷനും സർക്കുലാർ മോഷനും. ഓക്കെ, ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രൈറ്റ് ലൈൻ പാത്തിലൂടെയുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനാണ് ലീനിയർ മോഷൻ. സ്ട്രൈറ്റ് ലൈൻ പാത്ത്, നേർരേഖയിലൂടെയുള്ള ഒരു വസ്തുവിൻ്റെ ചലനമാണ് നേർരേഖാ ചലനം. ഓക്കെ, അതിനുശേഷം നമ്മൾ സർക്കുലാർ മോഷൻ പറഞ്ഞു. സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്ത്? മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് എലോങ് എ സർക്കുലാർ പാത്ത്. വർത്തുളമായ പാതയിലൂടെയുള്ള ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ വൃത്താകാരമായ പാതയിലൂടെയുള്ള ഒരു വസ്തുവിൻ്റെ ചലനമാണ് വർത്തുള ചലനം. അപ്പോൾ വൃത്തം വരയ്ക്കുമ്പോൾ കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ അഗ്രത്തിൻ്റെ ചലനം, പെൻസിൽ ടിപ്പിൻ്റെ മോഷൻ. അതുപോലെ മോഷൻ ഓഫ് എർത്ത് അറൗണ്ട് സൺ, എർത്ത് സൂര്യന് ചുറ്റാകെ കറങ്ങുന്നത്. ഇതൊക്കെ എന്തായിരുന്നു? അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. ടോയ് ട്രെയിൻ റണ്ണിങ്ങിനെ സർക്കുലാർ ട്രാക്ക് നമ്മൾ എക്സാമ്പിളായി പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ പറഞ്ഞപ്പോൾ എൻ്റെ ഓർഡർ തിരിച്ചായിരുന്നു, പക്ഷേ ഇങ്ങനെ പോകുന്നതിന് കുഴപ്പമില്ല. ഇതൊന്നും നമ്മൾ റൊട്ടേഷൻ പറഞ്ഞിട്ടാണ് സർക്കുലാർ പറഞ്ഞത്, പക്ഷേ ഇങ്ങനെ പറയാം. അപ്പോൾ അടുത്ത എന്തായിരുന്നു? റൊട്ടേഷണൽ മോഷനായിരുന്നു, ഭ്രമണചലനം. മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, ഒരു വസ്തു സ്വന്തം അക്ഷത്തെ ആധാരമാക്കി ചലിക്കുന്നതിനെയാണ് നമ്മൾ വസ്തുവിൻ്റെ ഭ്രമണം എന്ന് വിളിക്കുന്നത് ആണ്. അത് പറഞ്ഞു. പിന്നെ അടുത്ത നമ്മൾ പറഞ്ഞ ചലനം ഏതായിരുന്നു? സ്ട്രൈറ്റ് ലൈൻ മോഷൻ പറഞ്ഞു, റൊട്ടേഷണൽ മോഷൻ പറഞ്ഞു, സർക്കുലാർ മോഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഓസിലേഷൻ പറഞ്ഞു. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് എബൌട്ട് ആൻ ഇക്വിലിബ്രിയം പോയിന്റ്. ഓക്കെ, അല്ലെങ്കിൽ ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ബോത്ത് സൈഡ്സ് എബൌട്ട് ആൻ ഇക്വിലിബ്രിയം പോയിന്റ്. രണ്ട് വശങ്ങളിലേക്കും തുലന സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയുള്ളൊരു വസ്തുവിൻ്റെ ചലനമാണ് എന്തെന്ന് പറയുന്നത്? ദോലനം. അല്ലെങ്കിൽ തുലന സ്ഥാനത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ആസ്പദമാക്കി ഒരു വസ്തു മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നതാണ് ദോലനം. അപ്പോൾ ദോലനത്തിൻ്റെ ഉദാഹരണമായിട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഒരു സ്വിങ്ങിൻ്റെ മോഷൻ, ഊഞ്ഞാലിൻ്റെ ചലനം പറഞ്ഞു. അതുപോലെ പെൻഡുലത്തിൻ്റെ ചലനം പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ വൈബ്രേഷൻ അഥവാ കമ്പനം പറഞ്ഞു. കമ്പനത്തിൻ്റെ സമയത്ത് നമ്മൾ എന്താ പറഞ്ഞത്? കമ്പനം എന്ന് പറയുന്നത് ക്യുക്ക് ഓസിലേഷൻസിനെയാണ് നമ്മൾ വൈബ്രേഷൻസ് എന്ന് വിളിച്ചത്. ദ്രുതഗതിയിലുള്ള എന്തിനെ ദോലനങ്ങളെയാണ് നമ്മൾ കമ്പനം എന്ന് വിളിച്ചത്. അപ്പോൾ വലിച്ചു നീട്ടിയൊരു റബ്ബർ നമ്മൾ ഓസിലേറ്റ് ചെയ്യുന്നത്, വീണ, ഗിത്താർ പോലുള്ള സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റുകളുടെ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ. അതുപോലെ ട്യൂണിങ് ഫോർക്കിൻ്റെ ഒരു സ്പ്രോങ് നമ്മൾ അതിനെ ഹാമർ കൊണ്ട് ഹിറ്റ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്നതൊക്കെ എന്താണ്? വൈബ്രേറ്ററി മോഷനായിട്ടാണ്. അവിടെയൊക്കെ വൈബ്രേഷനാണ് സംഭവിക്കുന്നത്. സോ ക്യുക്ക് ഓസിലേഷൻസ് ആർ കാൾഡ് വൈബ്രേഷൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ലീനിയർ മോഷൻ, റൊട്ടേഷണൽ മോഷൻ, സർക്കുലാർ മോഷൻ, ഓസിലേഷൻ, വൈബ്രേഷൻ. ഇത് 5 മെയിൻ ടൈപ്സ് ഓഫ് മോഷൻ. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? പീരിയോഡിക് മോഷൻ പറയാം. മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ആഫ്റ്റർ എ ടൈം ഇൻ്റർവൽ. ഒരു ടൈം ഇൻ്റർവലിന് ശേഷം റിപ്പീറ്റ് ചെയ്യുന്ന മോഷനാണ് എന്തെന്ന് പറയുന്നത്? പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. റാൻഡം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാറ്റേണും ഇല്ലാത്തൊരു മോഷൻ. അപ്പോൾ ഹണി ബീയുടെ മോഷൻ എന്താണ്? ഈ പറഞ്ഞ റാൻഡം മോഷനാണ്. സ്വിമ്മിങ് ഫിഷ് റാൻഡം മോഷനാണ് അല്ലേ. അതൊക്കെ എന്താണ്? എക്സാമ്പിളുകളാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്കൊരു ചെറിയ കൺസെപ്റ്റൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഈ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കിനി അങ്ങോട്ടുള്ള പല കാര്യങ്ങളും, അതായത് മോഷൻ നമുക്കിനി പഠിക്കണമെങ്കിൽ ഈ കൺസെപ്റ്റ് നമ്മൾ പഠിക്കണം. ഓക്കെ, ആ കൺസെപ്റ്റാണ് സ്കെയിലേഴ്സ് ആൻഡ് വെക്ടേഴ്സ്. എന്താണ് സ്കെയിലാറുകളും വെക്ടറുകളും? ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറ്റി വളരെ ഡീറ്റെയിലായി പഠിച്ചു. അതിൻ്റെ യൂണിറ്റുകൾ എല്ലാം പഠിച്ചു അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ചോദിക്കുകയാണ്, എൻ്റെ ഈ പേനയുടെ നീളം എത്ര? നമ്മൾ അന്ന് പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഈ പേനയുടെ നീളം എത്ര എന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് എന്ത് പറയും? 15 സെൻറ്റിമീറ്റർ എന്ന് പറയും. ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി നിങ്ങളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റ് പറഞ്ഞപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഒരു സ്യൂട്ടബിൾ യൂണിറ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ 15 സെൻറ്റിമീറ്റർ വടക്കോട്ട്, അല്ലെ 15 സെൻറ്റിമീറ്റർ വടക്ക് കിഴക്കോട്ട്, അല്ലെങ്കിൽ ഇടത്തോട്ട് വലത്തോട്ട് എന്ന് പറഞ്ഞ് അതിനോട് അസോസിയേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡയറക്ഷൻ നിങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ 1 മണിക്കൂറിൽ എത്ര സെക്കൻഡ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 3600 സെക്കൻഡ്. അല്ലെ 1 മിനിറ്റിൽ എത്ര സെക്കൻഡ്? 60 സെക്കൻഡ് നിങ്ങൾ പറയുകയാണ്. 1 മിനിറ്റിൽ ഉള്ള സെക്കൻഡുകളുടെ എണ്ണം എത്ര? 60 സെക്കൻഡ്. അല്ല 1 മിനിറ്റിൽ 60 സെക്കൻഡുകൾ വലത്തോട്ടുണ്ട്, അല്ലെ 1 മിനിറ്റിൽ 60 സെക്കൻഡ് തെക്കോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നെങ്കിൽ ഡയറക്ഷൻ ഉണ്ടോ? അപ്പോൾ ഒരു ടൈം ഇൻ്റർവൽ പറയുമ്പോൾ അവിടെ ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. ഒരു ലെങ്ത് പറയുമ്പോൾ, ഒരു ഡിസ്റ്റൻസ് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഡയറക്ഷൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പോഴത്തെ അന്തരീക്ഷ താപനില എത്ര? 30 ഡിഗ്രി സെൽഷ്യസ്. 30 ഡിഗ്രി സെൽഷ്യസ് വടക്ക് കിഴക്കോട്ട് എന്നൊരു സാധനമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില ക്വാണ്ടിറ്റീസ് പറയുമ്പോൾ നമ്മൾ എന്ത് പറയേണ്ട ആവശ്യമില്ല? ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല, ദിശ പറയേണ്ട ആവശ്യമില്ല. എന്ത് മാത്രം പറഞ്ഞാൽ മതി? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 15 സെൻറ്റിമീറ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര? 15. യൂണിറ്റ് എത്ര? സെൻറ്റിമീറ്റർ. ഈ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റും ഒക്കെ എന്താണ് നമ്മൾ ഡീറ്റെയിലായി പറഞ്ഞാണ്, അതിന് വീണ്ടും പറയുന്നില്ല. ഒരു മാഗ്നിറ്റ്യൂഡും അതിന് സ്യൂട്ടബിൾ ആയ ഒരു യൂണിറ്റും, ഇത് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട.
അപ്പോൾ ദിശ പറയേണ്ടാത്ത മാഗ്നിറ്റ്യൂഡ് മാത്രം പറയേണ്ടതായിട്ടുള്ള അളവുകൾ. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, ദിശ വേണ്ട, ഡയറക്ഷൻ വേണ്ട. അതിനെയാണ് നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റി അഥവാ മലയാളത്തിൽ അതിശ അളവ് എന്ന് വിളിക്കും. സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ മലയാളം എന്താണ്? അതിശ അളവ്. എന്താണ് അതിശ അളവ്? ക്വാണ്ടിറ്റി വിത്ത് മാഗ്നിറ്റ്യൂഡ് ഓൺലി, അളവ് മാത്രം. മലയാളത്തിൽ മാഗ്നിറ്റ്യൂഡിൻ്റെ മലയാളം പരിമാണം. പരിമാണം, പരിണാമമല്ല, പരിമാണം. ദിശ വേണ്ടാത്ത പരിമാണം മാത്രം പ്രസ്താവിക്കേണ്ട അളവുകൾ എന്താണ്? അല്ലെങ്കിൽ എങ്ങനെയും പറയാം, പരിമാണത്തോടൊപ്പം ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത അളവുകളെ നമ്മൾ അതിശ അളവുകൾ എന്ന് വിളിക്കും. ഇതാണ് പരിമാണത്തോടൊപ്പം ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത അളവുകളെ നമ്മൾ അതിശ അളവെന്ന് വിളിക്കും. ക്വാണ്ടിറ്റി വിത്ത് മാഗ്നിറ്റ്യൂഡ് ഓൺലി, ഇതാണ് എന്ത്? സ്കെയിലാർ ക്വാണ്ടിറ്റി. ഡിസ്റ്റൻസ് എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് ഇനി അങ്ങോട്ട് പഠിക്കും നമ്മൾ. സ്പീഡ് സ്കെയിലാർ ക്വാണ്ടിറ്റി. മാസ് ശ്രദ്ധിച്ചോണം, വെയിറ്റ് വെക്ടറാണ്, മാസാണ് സ്കെയിലാർ. മാസും വെയിറ്റും രണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. മാസ് എന്താണ്? സ്കെയിലാറാണ്. മാസ് ഒരു അതിശ അളവാണ്. ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് എത്രയാണെന്ന് വെച്ചാൽ 5 കിലോഗ്രാം, അത്രേ ഉള്ളൂ. 5 കിലോഗ്രാം താഴോട്ട് മുകളിലോട്ട് വടക്കോട്ട് കിഴക്കോട്ടൊന്നുമില്ല. 5 കിലോഗ്രാം മാസിന് ഡയറക്ഷനില്ല. വെയിറ്റ് അങ്ങനല്ല, ഭാരം അങ്ങനെയല്ല. മാസ് അതിശ അളവാണ്, പക്ഷേ ഭാരം സദിശ അളവാണ്. ഗ്രാവിറ്റേഷൻ നമ്മൾ ഡീറ്റെയിലായി പഠിക്കും. ഓക്കെ, ടൈം അതിശ അളവാണ്, സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് ടൈം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു 5 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ. ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. മാഗ്നിറ്റ്യൂഡും യൂണിറ്റ് മാത്രം മതി, ഡയറക്ഷൻ ഒന്നുമില്ല അവിടെ. എനർജി, ഊർജം, എത്ര ജൂൾ എനർജി എന്ന് ചോദിച്ചാൽ അവിടെ എന്തില്ല? ഡയറക്ഷൻ ഇല്ല. വർക്ക് സ്കെയിലാറാണ്, പ്രത്യേകം ഓർത്തോണേ. എനർജിയും വർക്കും സ്കെയിലാറാണ്, ഓർത്തോണം. എനർജിയും വർക്കും സ്കെയിലാറാണ്. ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണ്. വോളിയം എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ മാസ് ബൈ വോളിയം സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് അല്ലേ? വോളിയം സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ലെങ്ത്, ബ്രെഡ്ത്ത്, ഏരിയ, വോളിയം ഒക്കെ എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി. ഏരിയയെ നമ്മൾ വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട് ചില സമയത്തൊക്കെ. തൽക്കാലം നിങ്ങൾ ഏരിയ ഓർത്ത് വെക്കണ്ട, വോളിയം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഏരിയ വെക്ടർ എന്ന് പറഞ്ഞൊരു വെക്ടർ ഫിസിക്സിലുണ്ട്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കൺസെപ്റ്റാണ്, തൽക്കാലം അത് ഓർത്ത് വെക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സോ സിംഗിൾ നമ്പർ വിത്ത് പ്രോപ്പർ യൂണിറ്റ്. ഒരു നമ്പരും യൂണിറ്റും മാത്രം. നമ്പർ എന്ന് പറഞ്ഞാൽ എന്ത്? മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ കൂടെ ഒരു യൂണിറ്റും കൂടി. സോ മാഗ്നിറ്റ്യൂഡ് പ്ലസ് യൂണിറ്റ്, നോ ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് പ്ലസ് യൂണിറ്റ്, നോ ഡയറക്ഷൻ. എന്ത്? സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആൾജിബ്രായിക് അഡീഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും കൂടെ കൂട്ടാൻ നിങ്ങൾ ഡയറക്റ്റ് കൂട്ടിയാൽ 5 3 8 സെൻറ്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് പറയാം. 30 ഡിഗ്രി സെൽഷ്യസും 5 ഡിഗ്രി സെൽഷ്യസും കൂട്ടാം 30 + 5 35 ഡിഗ്രി സെൽഷ്യസ്. 30 കിലോഗ്രാമും 60 കിലോഗ്രാമും കൂടെ കൂട്ടാൻ 30 + 60 90 കിലോഗ്രാം. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? മാസുകൾ തമ്മിൽ കൂട്ടുന്നത്. അപ്പോൾ സിമ്പിൾ ആൾജിബ്രായിക് അഡിഷൻ, അതായത് ലഘുഗണിത ക്രിയകൾ വെച്ച് തന്നെ നിങ്ങൾക്ക് എന്തിനെ സ്കെയിലാർസിനെ ആഡ് ചെയ്യാം. സ്കെയിലാർസിൻ്റെ അഡിഷനും സബ്ട്രാക്ഷനും ഒക്കെ എന്താണ്? സിമ്പിളാണ്, സിമ്പിൾ അരിത്തമെറ്റിക്സ് ആണ്. അപ്പോൾ അതാണ് സ്കെയിലാറുകളുടെ അഡിഷൻ. സ്കെയിലാറുകളുടെ അഡിഷൻ നിങ്ങൾ സിമ്പിളായിട്ട് ആഡ് ചെയ്യാം. സാധാരണ 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ 2 സ്കെയിലാർ ആഡ് ചെയ്യാം. പക്ഷേ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്തും കൂടി വരും? ഡയറക്ഷനും കൂടി വരും. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഡയറക്ഷനും കൂടി വരും. ക്വാണ്ടിറ്റി വിത്ത് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. പരിമാണത്തോടൊപ്പം ദിശയും കൂടി പ്രസ്താവിക്കേണ്ട അളവുകളാണ് എന്നളവ്. ദിശയോട് കൂടിയത് സദിശം, ദിശയോട് കൂടിയത്. അപ്പോൾ സദിശ അളവ്. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡിനൊപ്പം നിങ്ങൾ ഡയറക്ഷനും കൂടി പറയേണ്ടുന്ന ക്വാണ്ടിറ്റികളാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. അതായത് ഇപ്പോൾ ഫോഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒരു വസ്തുവിൽ ഫോഴ്സ് ചെലുത്തി 5 ന്യൂട്ടൺ ഫോഴ്സ് ചെലുത്തി എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ റിമോട്ട് ഇതിൽ ഇങ്ങനെ ഒരു ബലം കൊടുത്താൽ ഇത് അങ്ങോട്ടാണ് ചലിക്കുന്നത്. അപ്പം ഞാൻ കൊടുക്കുന്ന ബലം ഇതിലുണ്ടാക്കിയ മാറ്റം എന്ത് എന്ന് അറിയണമെങ്കിൽ ഞാൻ ഏത് ദിശയിൽ ബലം കൊടുത്തു എന്ന് അറിയണം. ഞാനിപ്പോൾ ഈ ദിശയിലാണ് ബലം കൊടുത്തതെങ്കിൽ ഇത് അങ്ങോട്ടാണ് ചലിക്കുന്നത്. ഞാൻ ഈ ദിശയിലാണ് ബലം കൊടുക്കുന്നതെങ്കിൽ ഇത് താഴോട്ടാണ് ചലിക്കുന്നത്. അപ്പം ഞാനൊരു വസ്തുവിൽ ചെലുത്തുന്ന ബലം ആ വസ്തുവിൽ എന്ത് മാറ്റം ഉണ്ടാക്കി എന്ന് അറിയണമെങ്കിൽ ഞാൻ ആ ബലം ഏത് ദിശയിൽ കൊടുത്തു എന്ന് കൂടി പറയണം. അപ്പോൾ ഞാൻ 5 ന്യൂട്ടൺ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 5 ന്യൂട്ടൺ കൊടുത്തത് ഏത് ഡയറക്ഷനിലാണെന്ന് പറയണം. അതുപോലെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പൊസിഷൻ ഉണ്ടായ ചേഞ്ചാണ്. അപ്പോൾ എൻ്റെ പൊസിഷൻ 5 സെൻറ്റിമീറ്റർ മാറി എന്ന് പറഞ്ഞാൽ എൻ്റെ പൊസിഷൻ ചേഞ്ചിനെ പറ്റി നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. ഞാൻ എന്താ ഇവിടെ നിന്നിട്ട് ആൻറ്റി ഗ്രാവിറ്റി ഉണ്ടെന്ന് ചോദിക്കുക, ഞാൻ നേരെ മുകളിലേക്ക് അങ്ങ് പോവുക. എന്നെ അങ്ങ് എടുത്തു എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ മുകളിലോട്ട് പോവുക. അപ്പോൾ എൻ്റെ ചലനം മുകളിലോട്ട്, എൻ്റെ സ്ഥാനത്തിന് മാറ്റം ഉണ്ടായത് മുകളിലേക്കാണ്. അപ്പോൾ എൻ്റെ സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കാണ്. പക്ഷേ ഞാൻ ഇവിടെ നിന്നിട്ട് 5 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് മാറി, അപ്പോൾ എൻ്റെ സ്ഥാനാന്തരം ഇങ്ങോട്ടാണ്. ഇനി അങ്ങോട്ട് മാറിയാൽ എൻ്റെ സ്ഥാനാന്തരം അങ്ങോട്ടാണ്. സോ എൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു എന്ന് പറയുമ്പോൾ എൻ്റെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഇടയിലുണ്ടായ ചേഞ്ച് പറയുമ്പോൾ ഞാനത് ഏത് ഡയറക്ഷനിലേക്ക് ഉണ്ടായി എന്നും കൂടി പറയണം. അതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്.
ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളെ വ്യത്യാസം നമ്മൾ പഠിക്കും അല്ലേ. അപ്പോൾ ഇവിടേക്ക് എന്ത് നിങ്ങൾ ഡയറക്ഷനും കൂടി പറഞ്ഞാലേ പറ്റൂ. വെറുതെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കല്ല, 5 ന്യൂട്ടൺ ഏത് ദിശയിൽ പ്രയോഗിച്ചു, അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്റർ സ്ഥാനാന്തരം ഏത് ദിശയിലേക്കുണ്ടായി, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞേ പറ്റൂ. ദിശ കൂടി പറഞ്ഞേ പറ്റൂ. അപ്പോൾ മാഗ്നിറ്റ്യൂഡിനൊപ്പം ഇങ്ങനെ ഡയറക്ഷനും കൂടി പറയേണ്ട അളവുകളെ നിങ്ങൾ വെക്റ്റർ ക്വാണ്ടിറ്റി അഥവാ സദിശ അളവെന്ന് വിളിക്കും. പരിമാണത്തോടൊപ്പം ദിശയും കൂടി പ്രസ്താവിക്കേണ്ട അളവുകളാണ് സദിശ അളവുകൾ. എഴുതി വെച്ചോ, ഈ ട്രാൻസ്ലേഷൻ PSC തരാൻ പോകുന്നില്ല. ജെമിനി പോലും ഇതിനേക്കാൾ വൃത്തിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് തോന്നുന്ന തരത്തിൽ ഏതെങ്കിലും വൃത്തിയായിട്ട മലയാളമാണ് PSC തരാൻ പോകുന്നത്. അതുകൊണ്ട് ദയവേത് ഇംഗ്ലീഷ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം മലയാളം നോക്കാവൂ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ് ഒക്കെ എന്താണ്. ഫോഴ്സ് ഞാൻ പറഞ്ഞു, ഡിസ്പ്ലേസ്മെൻറ്റും പറഞ്ഞു. ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടൈമിനനുസരിച്ചുണ്ടാകുന്ന ചേഞ്ചാണ് വെലോസിറ്റി, അതിൻ്റെ ടൈമിനനുസരിച്ചുണ്ടാകുന്ന ചേഞ്ചാണ് ആക്സിലറേഷൻ. അപ്പോൾ ഇത് മൂന്നും ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ വെക്റ്റേഴ്സ് ആണെന്ന് ഓർക്കുക. ഫോഴ്സ് വെക്ടറാണ്, മൊമെൻറ്റം വെക്ടറാണ്, വെയിറ്റ് കണ്ട വെയിറ്റ് വെക്ടറാണ്. മാസ് സ്കെയിലർ ആണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ വെയിറ്റ് വെക്ടറാണ്. ഡീറ്റെയിൽ നമ്മൾ പറയും. ടോർക്ക് വെക്ടറാണ്. അപ്പോൾ വെക്ടറിന് ദിശയുണ്ട്. നിങ്ങൾ 3 കിലോഗ്രാമോ 5 കിലോഗ്രാമോ കൂടെ കൂട്ടാൻ നിങ്ങളൊന്നും നോക്കണ്ട, രണ്ടും സ്കെയിലറാണ്. 3ഉം 5ഉം കൂടെ കൂട്ടിയാൽ മതി. പക്ഷേ ഞാൻ 5 ന്യൂട്ടൺ മുകളിലേക്ക് അപ്ലൈ ചെയ്തു, 5 ന്യൂട്ടൺ ചരിച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്തു. ഇവിടെ 5ഉം 5ഉം കൂടെ കൂട്ടി 10 ന്യൂട്ടനാണ് നെറ്റ് ഫോഴ്സ് എന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ല. അതായത് ഞാൻ ഇതിനകത്ത് ഈ റിമോട്ടിൽ 5 ന്യൂട്ടൺ മുകളിലേക്ക് അപ്ലൈ ചെയ്തു, അതേസമയം തന്നെ ഒരു 5 ന്യൂട്ടൺ ചരിച്ചു അപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് രണ്ടിനും കൂടെ കമ്പൈൻഡ് എഫക്റ്റാണ് ഇതിലുണ്ടാകുന്നത്. ആ കമ്പൈൻഡ് എഫക്റ്റ് നിങ്ങൾക്ക് 5ഉം 5ഉം കൂടെ കൂട്ടി 10 ന്യൂട്ടൺ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ 5 ന്യൂട്ടൺ മുകളിലോട്ടോ 5 ന്യൂട്ടൺ ചരിച്ചു അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ മോശം രണ്ടിനും കൂടെ ഇടയിലായിട്ടുണ്ടാകും. അതെന്തുകൊണ്ടാണ്? രണ്ട് ഫോഴ്സും വെക്റ്റേഴ്സാണ്. വെക്റ്ററുകളെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാധാരണ നമ്പർ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം വെക്ടറിൻ്റെ കൂടെ ഡയറക്ഷനും കൂടെ ഉണ്ട്. സോ അവിടെ ഡയറക്ഷനും ആഡാവും. അപ്പോൾ വെക്ടർ അഡിഷൻ എന്തല്ല, സിമ്പിൾ അരിത്തമെറ്റിക് അല്ല. അതങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. എന്താണ് വെക്ടർ അഡിഷൻ എന്നുള്ളതെന്ന് ഡീറ്റെയിൽ പഠിക്കാനില്ല. അതിന് വേറെ നിയമമൊക്കെ ഉണ്ട്. ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡിഷൻ, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷനൊക്കെ ഉണ്ട്. അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, വെക്ടറുകൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വെക്ടർ ക്വാണ്ടിറ്റി പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും യൂണിറ്റും. നേരത്തെ എന്തേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ഡയറക്ഷനും കൂടി വന്നു. ഓക്കെ, അപ്പോൾ ഇതിനെ ആഡ് ചെയ്യണമെങ്കിൽ എന്ത്, വെക്ടർ അഡിഷൻ മെത്തേഡ് ഉണ്ട്. ഏത്, പാരലോഗ്രാം ലാ അല്ലെങ്കിൽ ട്രയാങ്കിൾ ലാ. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷനും ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡിഷനും, ഇതൊക്കെയാണ് വെക്ടറുകളെ ആഡ് ചെയ്യാനുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മോഷൻ്റെ ഒരു ഇൻട്രോഡക്ടറി ക്ലാസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻ പറഞ്ഞു, നമ്മൾ ആൾറെഡി എന്ത് ചെയ്തു, റിവൈസ് ചെയ്തു. ജസ്റ്റ് ആ പേരുകൾ മാത്രം ഞാനൊന്ന് പറയാം. മോഷൻ എന്താണെന്ന് പറഞ്ഞു, സമയത്തിനനുസരിച്ച് ഉണ്ടാകുന്ന റെഫറൻസ് ഒബ്ജക്റ്റിനോ ഒബ്സർവറിനോ അനുസരിച്ച് സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിലുണ്ടാകുന്ന മാറ്റം. ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് ടൈം റിലേറ്റീവ് ടു ആൻ ഒബ്സർവർ ഓർ റെഫറൻസ് ബോഡി, അതാണ് മോഷൻ. പിന്നെ നമ്മൾ ലീനിയർ മോഷൻ പറഞ്ഞു, സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷൻ. സർക്കുലർ മോഷൻ പറഞ്ഞു, സർക്കുലർ പാത്തിലുള്ള മോഷൻ. ഭ്രമണം പറഞ്ഞു അഥവാ റൊട്ടേഷൻ പറഞ്ഞു, സ്വന്തം ആക്സിന് അബൌട്ടായിട്ടുള്ള മോഷൻ. അതുപോലെ ഓസിലേഷൻ പറഞ്ഞു, ഇക്വിലിബ്രിയം പൊസിഷൻ അബൌട്ടായിട്ട് ടു ആൻഡ് ഫ്രോ മോഷൻ, തുലന സ്ഥാനത്തിനെ ആസ്പദമാക്കി മുമ്പോട്ടും പുറകോട്ടുമുള്ള ചലനം. അതുപോലെ കമ്പനം പറഞ്ഞു, വൈബ്രേഷൻ. ഫാസ്റ്റ് ക്വിക്ക് ഓസിലേഷൻസ് ആർ കാൾഡ് വൈബ്രേഷൻ. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളാണ് കമ്പനങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പീരിയോഡിക് മോഷൻ പറഞ്ഞു, സമയത്തിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ. റാൻഡം മോഷൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഒരു പാറ്റേണും ഇല്ലാത്ത മോഷൻ. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു, ഈ പറഞ്ഞ സ്കെയിലേഴ്സും വെക്ടേഴ്സും പറഞ്ഞു. ഒരു ക്വാണ്ടിറ്റിക്ക് എന്തൊക്കെ മാഗ്നിറ്റ്യൂഡും യൂണിറ്റും മാത്രമേ ഉള്ളൂവെങ്കിൽ നമ്മളതിനെ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. എ ക്വാണ്ടിറ്റി വിത്ത് മാഗ്നിറ്റ്യൂഡ് ഓൺലി, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് യൂണിറ്റ് ഓൺലി, രണ്ടും കറക്റ്റാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്കെയിലാർ ക്വാണ്ടിറ്റി അഥവാ അതിശ അളവെന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്, മാസ്, ഡിസ്റ്റൻസ്, സ്പീഡ്, ടെമ്പറേച്ചർ, ടൈം, ഇതൊക്കെ എന്താണ്, പ്രഷർ, ഡെൻസിറ്റി, വോളിയം, ഇതൊക്കെ എന്താണ്, ഇതെല്ലാം സ്കെയിലാർ ക്വാണ്ടിറ്റികളാണ്. ഓക്കെ, അപ്പോൾ സ്കെയിലാർ ക്വാണ്ടിറ്റി നമുക്ക് സിമ്പിൾ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാം, സിമ്പിൾ അരിത്തമെറ്റിക് അഡിഷൻ. പക്ഷേ വെക്ടർ ആകുമ്പോൾ അവിടെ ഡയറക്ഷൻ കൂടി വരും. വെക്ടർ ക്വാണ്ടിറ്റി ഈസ് എ ക്വാണ്ടിറ്റി വിത്ത് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റിയാണ് വെക്ടർ ക്വാണ്ടിറ്റി. സോ വെക്ടർ അഡിഷൻ ഈസ് ഡൺ ബൈ ട്രയാങ്കുലർ ലാ അല്ലെങ്കിൽ ട്രയാങ്കിൾ ലാ ഓർ പാരലോഗ്രാം ലാ ഓഫ് വെക്ടർ അഡിഷൻ. അതാണ് ആഡ് ചെയ്യാനുള്ള ലാ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ്, യൂണിറ്റ്, ഡയറക്ഷൻ മൂന്നും ഉണ്ടാവും ഒരു വെക്ടർ ക്വാണ്ടിറ്റിക്ക് ആണേ. ഇനി പിന്നെ നമ്മളെന്താ പറഞ്ഞത്, ഇത് രണ്ടുമാണ് മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ എക്സാമ്പിളുകൾ അതൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലെ വെലോസിറ്റി, ആക്സിലറേഷൻ, വെയിറ്റ്, ഫോഴ്സ്, ടോർക്ക്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വെക്ടർ ക്വാണ്ടിറ്റികളുടെ എക്സാമ്പിളാണ്. ഈ ഓഡ് വൺ ഔട്ട് തന്നിട്ട് കുറച്ച് വെക്ടർ ക്വാണ്ടിറ്റി തരിക, അതിൻ്റെ ഇടയിൽ ഒരു സ്കെയിലാർ തരിക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ PSC ചോദിച്ചിട്ടുണ്ട് മുമ്പ്. ഓക്കെ, അപ്പോൾ സ്കെയിലാറും വെക്ടർ മനസ്സിലാക്കുക. പക്ഷേ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മൾ സ്കെയിലാറും വെക്ടറും പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ മോഷൻ പ്രോപ്പറായി എന്താണ് മോഷൻ്റെ തിയറിറ്റിക്കൽ ബേസ് എന്നത് പഠിക്കാൻ പോവുകയാണ്.
അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഈ സ്കെയിലാറും വെക്ടറും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് മോഷൻ്റെ ഇൻട്രൊഡക്ഷനായി പറയാനുള്ളത്. പ്രധാനമായിട്ടുള്ള തരം മോഷനുകളെ പറ്റി നമ്മൾ പറഞ്ഞു, സ്കെയിലാറും വെക്ടറും പറഞ്ഞു. അടുത്ത ക്ലാസ് തൊട്ട് മോഷനിൽ നമ്മൾ പഠിക്കുന്ന വിവിധ തരം സ്കെയിലാറുകളും വെക്ടറുകളുമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.